നമ്മളുടെ ഇന്നത്തെ ഡൊമിനന്റ് ആയിട്ടുള്ള രാഷ്ട്രീയം, അതായത് ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത് ഫാഷിസം ആണോ അല്ലെങ്കിൽ ഫാഷിസ്റ്റ് ആണോ എന്നുള്ളത് പരിശോധിക്കാനുള്ള ഒരു എന്താ പറയാ പ്രസന്റേഷൻ ആണ്. സോ ഫാഷിസത്തിന്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് വിക്കിപീഡിയ അതുപോലെ തന്നെ ബ്രിട്ടാനിക്കയിലൊക്കെ വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഈ ഒരു സംഭവം. ഫാഷിസം ഇസ് എ ഫോം ഓഫ് ഫാർ റൈറ്റ് എന്നുള്ളത്. പക്ഷെ ഇതിലെല്ലാത്തിലും തന്നെ പല ആൾക്കാരും ഇതിനെ പറയുന്നത് വേറെ വേറെ രീതിയിലാണ്. പല ഹിസ്റ്റോറിയൻസും ഇതിനെ പരാമർശിക്കുന്നത് പല രീതിയിലാണ്. അപ്പൊ നമ്മള് ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സിനാണ് എടുക്കാൻ പോകുന്നത് ഈ എക്സ്പ്ലനേഷൻസിന്റെ ഒക്കെ. ഇതിൽ ഒരു എന്താ പറയാ കോർ ഫാക്ടർ എന്ന് പറയുന്നത് എക്സ്ട്രീം നാഷണലിസം എന്നുള്ളതാണ്. ഒരു തീവ്രമായ ഒരു രാജഭക്തി, അതുപോലെ തന്നെ ഒരു ആന്റി മാർക്സിസം, ആന്റി ഡെമോക്രസി, ആന്റി ലിബറലിസം, ആന്റി അനാർക്കിസം, ഇങ്ങനെ ഒരുപാട് കാറ്റഗറി ഉണ്ട്. അതായത് പൊതുവെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ നല്ല രീതിക്ക് എതിർക്കുകയും അതുപോലെ തന്നെ പുരോഗമനമായിട്ടുള്ള ഏതൊരു സാധനത്തിനെയും ഒപ്പോസ് ചെയ്യുക, അതൊരു ഡൊമിനന്റ് ആയിട്ടുള്ളൊരു എന്താ പറയാ ഭരണകൂടം സൃഷ്ടിക്കുക എന്നുള്ളത്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫാഷിസത്തിന്റെ ഒരു 10 പില്ലേഴ്സ് ആണ്. ഈ ഒരു 10 പില്ലർ എന്ന് പറയുന്നതാണ് ഫാഷിസം എങ്ങനെ വർക്ക് ചെയ്യുന്നു നമുക്ക് പഠിക്കാനോ അല്ലെങ്കിൽ അനലൈസ് ചെയ്യാനോ സാധിക്കുന്നു. ഇത് ഹൗ ഫാഷിസം വർക്ക്സ് എന്ന ജേസൺ സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു പ്രൊഫസറിന്റെ പുസ്തകത്തിൽ നിന്ന് എടുത്ത 10 പോയിന്റ്സ് ആണ്. അപ്പൊ അദ്ദേഹം ഫാഷിസം എങ്ങനെ നമ്മളുടെ കറണ്ട് രാഷ്ട്രീയത്തിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഫാഷിസം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയ തിയറീസ് ആണ് ഈ 10. സോ ഈ 10 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഒരു സർക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ബോഡി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ പൊളിറ്റിക്കൽ പാർട്ടി ഒരു ഫാഷിസ്റ്റ് പാർട്ടിയാണ് എന്നാവണമെന്നില്ല. പക്ഷെ ആ പൊളിറ്റിക്കൽ പാർട്ടിക്ക് നമ്മളുടെ ഈ ഡെമോക്രസി എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ സാധിക്കും. സോ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇതിന്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് പില്ലർ, ഈ ഒരു പില്ലർ ആണ് ദ മിത്തിക്കൽ പാസ്റ്റ് അല്ലെങ്കിൽ ദ മിത്തിക് പാസ്റ്റ് എന്ന് പറയുന്ന ആദ്യത്തെ ഏറ്റവും കോർ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫാഷിസത്തിന്റെ. അപ്പൊ ഏതൊരു ഫാഷിസ്റ്റ് നേതാവും അല്ലെങ്കിൽ ഏതൊരു ഫാഷിസ്റ്റ് രാഷ്ട്രീയ പാർട്ടികളും ആദ്യം സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ ആദ്യം കൊണ്ടുവരുന്നത് ഈ ഒരു തിയറിയാണ്. ഇതിൽ പിടിച്ചുകൊണ്ട് മാത്രമേ ഏതൊരു ഫാഷിസം അല്ലെങ്കിൽ ഫാഷിസ്റ്റ് ബോഡിക്കും പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. സോ മിത്തിക് പാസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഇത് നമുക്ക് എല്ലാവർക്കും ഏകദേശം പരിചയമുള്ള ഒരു സംഭവമായിരിക്കും. നമ്മള് ഈ കൊറോണ ഒക്കെ വന്ന സമയത്ത് ഈ കഴിഞ്ഞ വർഷം തൊട്ടിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രഹസനം എന്ന് പറയുന്നത്, പണ്ട് നമ്മളുടെ കാരണവന്മാര് പറഞ്ഞതുപോലെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് കൊറോണ വരില്ലല്ലോ, കാരണവന്മാര് മഞ്ഞപ്പൊടി തിന്നാൻ പറഞ്ഞില്ലേ, കാരണവന്മാര് ചുക്കുകാപ്പി കുടിക്കാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആരും കേട്ടില്ലല്ലോ, അങ്ങനെയല്ലേ കൊറോണ വന്നു, അങ്ങനെ കുറെ ഒരു എന്താ പറയാ വാട്സപ്പ് മെസ്സേജുകളും പിന്നെ കുറെ ഫോർവേഡ് സംഭവങ്ങള് ഒരുപാട് TV ചാനലുകളിൽ അതിനെപ്പറ്റി പറയുകയുണ്ടായി. ഇങ്ങനെ ഇന്ത്യയിൽ ആളുകൾ വീട്ടിൽ പണ്ട് കിണ്ടി വെച്ചത് ഇന്ന് നമ്മൾ കൈയൊക്കെ കഴുകുന്നുണ്ടല്ലോ കൊറോണ കാരണം, എല്ലാവരും ഹാൻഡ് വാഷ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. സോ അത് പണ്ട് കാരണവന്മാര് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ കിണ്ടിയൊക്കെ വീട്ടിൽ വെച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത്. സോ ഈ പണ്ടത്തെ കാലം, പണ്ടത്തെ ഒരു സ്വഭാവം, പണ്ടത്തെ ആൾക്കാർക്ക് നല്ല ആയുസ് ഉണ്ടായിരുന്നു, പണ്ടത്തെ ആൾക്കാർ ഭയങ്കര അടിപൊളിയാണ്. ഈ ഒരു ഇല്ലാത്തൊരു പണ്ടത്തെ എന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് മിത്തിക്കൽ പാസ്റ്റ് എന്ന് പറയുക. അത് ഇല്ലാത്തൊരു ചരിത്രം അല്ലെങ്കിൽ ഇല്ലാത്തൊരു പാരമ്പര്യത്തെ സൃഷ്ടിക്കുക. സോ ഈ മിത്തിക്കൽ പാസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക പറഞ്ഞാൽ നമ്മുടെ പാരമ്പര്യം എന്ന് പറഞ്ഞൊരു ഫിക്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ശരിക്കുള്ള ചരിത്രമല്ല, ഫാക്ച്വൽ ആയിട്ടുള്ള ചരിത്രമല്ല, സയന്റിഫിക് എവിഡൻസോ ഒന്നുമുള്ള ചരിത്രമല്ല, പക്ഷെ ഒരു ഫിക്ഷണൽ ആയിട്ട് പറയുക. അതായത് ഈ രാജ്യം ഇങ്ങനെയാണ്, പണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു, 5000 വർഷത്തെ പാരമ്പര്യമുള്ള ഫേസ് വാഷ്, ഇതൊക്കെയാണ് നമ്മൾ പരസ്യത്തിൽ വരെ പറയുന്നതാണ്. ഇന്ദുലേഖ 5000 വർഷങ്ങൾക്ക് മുമ്പ് കാരണവന്മാർ പറഞ്ഞ സോപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഈ 5000 വർഷത്തെ പാരമ്പര്യം പറയുക, അങ്ങനെയുള്ള ഒരു എന്താ പറയാ വളരെ പരിശുദ്ധമായൊരു വളരെ പ്യുവർ ആയിട്ടുള്ള ഒരു കാലഘട്ടം, ഒരു സുവർണ കാലം നമുക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു തിയറി ക്രിയേറ്റ് ചെയ്യുക, അതിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ദ മിത്തിക്കൽ പാസ്റ്റിൽ ഫസ്റ്റ് ഫാഷിസം പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ് ആദ്യത്തെ. സോ ഇതില് നമുക്ക് ഹിസ്റ്ററിയിൽ നിന്ന് തുടങ്ങാം. സോ മുസോളിനി കോൺഗ്രസിനെ അഡ്രസ് ചെയ്ത സമയത്ത് പറഞ്ഞ വാക്യമാണിത്: We have cleared our myth. We have created our myth. The myth is a faith, a passion. It is not necessary for it to be reality. Our myth is the nation. Our myth is the greatness of nation. And this myth, this greatness, which we want to translate into total reality, we subordinate everything.
നമ്മൾ ഇവിടെ ഒരു മിത്ത് സൃഷ്ടിക്കാൻ പോകും. അതായത് ഇല്ലാത്തൊരു പുരാണം സൃഷ്ടിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അത് സത്യമാവണം എന്നില്ല. പക്ഷെ ആ പുരാണം എന്ന് പറയുന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ അടയാളം. ആ പുരാണം എന്ന് പറയുന്നതാണ് നമ്മളുടെ ചരിത്രം. അത് തന്നെയാണ് നമ്മളുടെ രാഷ്ട്രീയം എന്നാണ്. അതായത് ഇതിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഈ ഒരു പുരാണത്തിൽ ഊന്നിയിട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. നമ്മളുടെ പഴയ കാല എന്താ പറയാ സുവർണ കാലത്തെ തിരിച്ചെടുക്കുക എന്നുള്ളൊരു ഇതാണ് ഫാഷിസത്തിന്റെ തുടക്കം. ഇല്ലാത്തൊരു സുവർണ കാലത്തെ ഉണ്ടാക്കി അത് തിരിച്ചു പിടിക്കാനുള്ള പ്രയത്നം. അതായത് ഈ സംഭവം തന്നെ ഒരു ഇമോഷണൽ നൊസ്റ്റാൾജി ഉണ്ടാക്കുക. പണ്ട് കാലത്ത് എന്തൊരു കാലമായിരുന്നു, അന്ന് പണ്ടത്തെ കാരണവന്മാരുടെ സ്നേഹമൊക്കെ ഉണ്ടോ ഇന്നത്തെ കാരണവന്മാർക്ക് എന്ന് പറയുന്ന പോലത്തെ സംഭവം. ഈ അന്തസ് എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഈ ഒരു അന്തസ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു അന്തസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മിത്തിക്കൽ പാസ്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഐഡിയ. ഇപ്പോ നാസികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, നാസി ജർമ്മനിയിൽ ഈ ഒരു ഹിറ്റ്ലറിന്റെ പാർട്ടി ഫോം ചെയ്യുന്ന സമയത്ത് ഹിറ്റ്ലർ എങ്ങനെയാണ് ഇത് തുടക്കം കുറിച്ചതെന്ന് വെച്ചാൽ ആര്യൻ റേസ് തിയറി അല്ലെങ്കിൽ മാസ്റ്റർ റേസ് തിയറി എന്ന് പറഞ്ഞൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഐഡിയ, ഒരു ഉള്ള ഹിസ്റ്ററിനെ ഉള്ള ഫാക്ടിനെ ഒക്കെ വളച്ചൊടിച്ചുകൊണ്ട് ഒരു മാസ്റ്റർ റേസ് തിയറി ഉണ്ടാക്കുകയാണ്. ജർമ്മനിയിലെ ജനങ്ങളെല്ലാവരും ഒരു പ്യുവർ എന്താ പറയുക കൾച്ചറിന്റെയും ഒരു പ്യുവർ ബ്രീഡാണെന്നാണ് പറയുന്നത്. അവരുടെ രക്തം വേറെയാണ്, അവര് വേറെ തരം മനുഷ്യരാണ്. അതിന് ചരിത്രത്തെ മാത്രമല്ല ശാസ്ത്രത്തെ വരെ വളച്ചൊടിച്ചുകൊണ്ടാണ് ആ തിയറി ഉണ്ടാക്കിയത്. അതായത് നമ്മൾ മറ്റുള്ള മനുഷ്യന്മാരെ പോലെയല്ല, നമ്മൾ ഭരിക്കാൻ വേണ്ടി ജനിച്ചവരാണ്, നമ്മളാണ് ഡോമിനേറ്റ് ചെയ്യേണ്ടത് ജർമ്മനി. അപ്പൊ ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ അതില് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മളുടെ ഈ ഒരു ഡൊമിനന്റ് ആയിട്ടുള്ള ഒരു കൾച്ചറിന് എതിരാണ്, അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു ബ്രീഡ്, പ്യുവർ ആയിട്ടുള്ള മനുഷ്യൻ, പ്യുവർ ആയിട്ടുള്ള ഒരു കൾച്ചറിന് വളരെ ഒരു എന്താ പറയാ ഒരു പാരസൈറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഇത്തിക്കണ്ണിയാണ് ഇവിടെയുള്ള ജൂതന്മാര്, അതുപോലെ തന്നെ മാർക്സിസം, കമ്മ്യൂണിസം, ഇങ്ങനെയുള്ളതൊക്കെ. മാർക്സിസം, കാർൽ മാർക്സ് ഒക്കെ ജൂതനായിരുന്നല്ലോ. സോ അതുകൊണ്ട് തന്നെ ജൂതൻ എന്ന് പറയുന്ന ആളുകളെ നമ്മളോട് പുറത്താക്കണം. അവർക്ക് ഇവിടെ നിൽക്കാനുള്ള അധികാരമില്ല. നമുക്കാണ് ഇവിടെയുള്ള സംസ്കാരം. ഇവിടെ നമ്മളുടെ കാരണവന്മാര് എന്താ പറയാ പരിശുദ്ധ രക്തമുള്ള നമ്മളുടെ കാരണവന്മാര് സൃഷ്ടിച്ച നാടാണ് ജർമ്മനി. അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്നാണ് ഹിറ്റ്ലർ ഇത് അർത്ഥമുള്ള മൈൻ കാംപില് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് വലിയൊരു ഇപ്പോഴും പല ആളുകളും ഇത് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അതിലോട്ട് നമുക്ക് പതുക്കെ കിടക്കാം. സോ വിക്ടർ ഓർബാന്റെ സ്റ്റോറിയാണ്. 2010 അദ്ദേഹത്തിന്റെ സമയത്ത് അവര് പറഞ്ഞത് ഇതേപോലെ തന്നെ നമ്മളുടെ രാജ്യം എന്ന് പറയുന്നത് നമ്മളുടെ പുണ്യാളൻ സ്റ്റീഫൻ പുണ്യാളൻ, അവിടുത്തെ സ്റ്റീഫൻ പുണ്യാളൻ, സെയിന്റ് സ്റ്റീഫൻ, മൂപ്പരുടെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BC അല്ല, AD 5-ാം നൂറ്റാണ്ട് അങ്ങനെയൊക്കെയാണ് വരുന്നത്. സോ ആ ഒരു കാലത്താണ് ഹംഗറി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഹംഗറി എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ രാജ്യമാണ്. നമുക്ക് ഇവിടുത്തെ നമ്മളുടെ പരിശുദ്ധമായ എന്താ പറയാ സംസ്കാരം നമ്മൾ തിരിച്ചെടുക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ബാക്കി നമ്മുടെ സംസ്കാരത്തിനെ മിക്സ് ചെയ്യാൻ വന്ന, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിന്റെ ആ ഒരു നിഷ്കളങ്കത കളങ്കപ്പെടുത്താൻ വേണ്ടി വന്ന ആളുകളുടെ ചരിത്രം നമ്മൾ ഇവിടെ നിന്ന് തുടച്ചു മാറ്റണം എന്നാണ് പറയുന്നത്. സോ അത് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള മുസ്ലിങ്ങളെ തന്നെയാണ്, വേറെ ആരുമല്ല. അവിടെയുള്ള ഒട്ടോമൻ എംപയർ, അവിടുത്തെ ഏകദേശം 150 വർഷത്തെ ചരിത്രമാണ് ഒട്ടോമൻ എംപയറിന് ഹംഗറിയിലുള്ളത്. സോ അത് തുടച്ചു മാറ്റിക്കൊണ്ട് നമ്മളുടെ സ്റ്റീഫൻ പുണ്യാളന്റെ ക്രിസ്ത്യൻ പാരമ്പര്യം തിരിച്ചെടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതാണ് ഹംഗറിയിൽ ഉള്ള ഈ ഒരു റേസ് തിയറി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് മ്യാൻമറിലോട്ട് എടുക്കാം. ഞാൻ ഈ ഒരു ടോപ്പിക്, അതായത് മിത്തിക്കൽ പാസ്റ്റ് കുറച്ച് ഡീപ്പായിട്ട് കവർ ചെയ്യും. നിങ്ങൾ ദയവ് ചെയ്ത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഇതിൽ നിന്നാണ് നമ്മളുടെ ബാക്കി 9 പോയിന്റ് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു മിത്തിക്കൽ പാസ്റ്റ് എന്നുള്ള ഈ ഒരു തിയറിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും. അതുപോലെ തന്നെ ഇതിൽ നിന്ന് മാത്രമേ നമുക്ക് ബാക്കി 9 പോയിന്റ് വ്യക്തമായിട്ട് ചർച്ച ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ഇവിടെ മ്യാൻമറിൽ റോഹിംഗ്യ മുസ്ലിംസിന് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ അവരെ ഓടിച്ചു കളയുകയാണ് ചെയ്യുന്നത്. അന്ന് മ്യാൻമറിന്റെ റഖീന സ്റ്റേറ്റിലെ സെക്യൂരിറ്റി മിനിസ്റ്റർ ആയിരുന്ന യു ക്വാൻ സാൻ മൂപ്പര് പറഞ്ഞത് ഇങ്ങനെയാണ്: റോഹിംഗ്യ എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ ഇല്ല, അല്ലെങ്കിൽ റോഹിംഗ്യ മുസ്ലിംസ് എന്ന് പറയുന്ന ഒരു കോൺസ്പിറസി അങ്ങനെയല്ല, ജനങ്ങൾ തന്നെ ഇവിടെ ഇല്ല എന്നാണ്. അപ്പോൾ ഒരു ജനവിഭാഗത്തിന്റെ ചരിത്രത്തെ മുഴുവൻ തുടച്ചു മാറ്റിക്കൊണ്ട് ഇല്ലാത്ത ഒരു പുരാതന ചരിത്രത്തെ സൃഷ്ടിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി
നഷ്ടപ്പെട്ടു പോയ നമ്മളുടെ സംസ്കാരത്തെ വീണ്ടെടുക്കുക എന്നുള്ളൊരു തിയറി കൊണ്ടുവന്ന് അതിനെ എന്താ പറയാ നിയമപരമായിട്ട് നടപ്പിലാക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് മ്യാൻമറിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ 2012 മുമ്പ് ഉള്ള റോഹിംഗ്യ മുസ്ലിങ്ങളുടെ ചരിത്രം തന്നെ അവര് തുടച്ചു മാറ്റുന്നത് അങ്ങനെയാണ്. അതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മുടെ രാജ്യത്ത് പറയാനാണെങ്കിൽ ബാബരി മസ്ജിദ് ഡെമോളിഷൻ ആണ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. അതായത് ഒരു മുസ്ലിം ചരിത്രത്തെ നമുക്ക് ഇല്ലാതാക്കിയിട്ട് രാമന്റെ ചരിത്രത്തെ കൊണ്ടുവരണം, ഇതൊരു രാമരാജ്യമാണ് എന്ന് പറയുന്ന സംഭവം ഈ ഒരു മിത്തിക് പാസ്റ്റിനെ തിരിച്ചു കൊണ്ടുവരുന്ന നമ്മളുടെ ഹിറ്റ്ലറൊക്കെ പറഞ്ഞിട്ടുള്ള അതേ തിയറികളിൽ ഒന്ന് തന്നെയാണ്, യാതൊരു സംശയമില്ല. ഇപ്പൊ ഈ ഒരു സംഭവം നമുക്ക് നോക്കാം. ഘർ വാപസി, എത്ര പേര് അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതൊരു മാസ് കൺവേർഷൻ മൂവ്മെന്റ് ആണ് ഇന്ത്യയിലുള്ള. നമ്മളുടെ നാട്ടിലൊന്നും അധികം നടക്കാറില്ല അങ്ങനെ, എന്താ പറയാ അത്രയും ഭീകരമായിട്ടൊന്നും ചെയ്യാറില്ല. പക്ഷെ നോർത്ത് സൈഡിലൊക്കെ പല സ്ഥലത്തും ഘർ വാപസി ചെയ്തിട്ടുണ്ട്. മുസ്ലിങ്ങളെയൊക്കെ ഹിന്ദുക്കളാക്കാൻ ഉള്ള, മുസ്ലിങ്ങളെ മാത്രമല്ല സിഖ് മൈനോറിറ്റി വിഭാഗങ്ങളെ ഹിന്ദുക്കളാക്കുക, ഒരു ഹിന്ദു രാഷ്ട്രം സൃഷ്ടിക്കുക എന്നുള്ള രീതിയിൽ. നമ്മൾ ഈ ഫോട്ടോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വി ആർ എക്സിറ്റിംഗ് ഫ്രം ഗാങ്സ്റ്റർ കൾട്ട് ഇസ്ലാം, വി അക്സെപ്റ്റഡ് ഹ്യൂമാനിറ്റി, ഹിന്ദുയിസം ഓവർ അവർ ഒറിജിനൽ ധർമ്മ. ഞങ്ങളുടെ ഗാങ്സ്റ്റർ കൾച്ചറിനെ ഞങ്ങൾ മറന്നിരിക്കുകയാണ്, പകരം ഞങ്ങളുടെ ഒറിജിനൽ ധർമ്മമായ ഹിന്ദു മതം സ്വീകരിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടുത്ത സ്ട്രോങ് ആയിട്ടുള്ള ഒരു പില്ലർ എന്ന് പറയുന്നത് പ്രൊപ്പഗാൻഡ ആണ്. പ്രൊപ്പഗാൻഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചുരുക്കത്തിൽ പറയാം, അതിന്റെ എക്സ്പ്ലനേഷൻസിലോട്ട് ഞാൻ കടക്കുന്നില്ല, പക്ഷെ ഞാൻ വളരെ ഈസി ആയിട്ട് പറഞ്ഞുതരാം. പ്രൊപ്പഗാൻഡ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു നയം കൊണ്ടുവരികയാണ്. ഫാഷിസം എന്ന് പറയുന്നത് ഒരു ഭൂരിപക്ഷത്തിന്റെ രാഷ്ട്രീയം കൂടിയാണ്, ഒരു ഭൂരിപക്ഷത്തിന്റെ സെന്റിമെന്റ്സിന് മുതലെടുത്തുകൊണ്ടുള്ള രാഷ്ട്രീയം. സോ ഈ ഭൂരിപക്ഷ ജനങ്ങളെ പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നയം കൊണ്ടുവരിക, അതിന്റെ പുറകിലൂടെ മറ്റ് പല, അല്ലെങ്കിൽ ഈ സോ കോൾഡ് ഫാഷിസ്റ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഫാഷിസം ഉന്നയിക്കുന്ന ഈ സർക്കാർ അവരുടെ അജണ്ട നടപ്പിലാക്കുക എന്നുള്ളത്, അതാണ് ഈ പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റിച്ചാർഡ് നിക്സൺ, അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. റിച്ചാർഡ് നിക്സന്റെ വാർ ഓൺ ഡ്രഗ്സ് എന്ന് പറയുന്ന ഭയങ്കര വലിയൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വിയറ്റ്നാം വാർ ഒക്കെ നടക്കുന്ന സമയത്ത് വാർ ഓൺ പോവർട്ടി എന്നൊക്കെ പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വളരെ നല്ല നയങ്ങളായിരുന്നു. പക്ഷെ വാർ ഓൺ ഡ്രഗ്സിലോട്ട് വന്ന സമയത്ത് റിച്ചാർഡ് നിക്സൺ പ്രസിഡന്റായി വാർ ഓൺ ഡ്രഗ്സ് എന്ന് പറഞ്ഞൊരു നയം കൊണ്ടുവരികയും അവിടെയുള്ള സകല ആളുകളെയും പിടിച്ച് അറസ്റ്റ് ചെയ്യുകയും അവർക്ക് എപ്പോൾ വേണമെങ്കിലും ആർമിക്കോ പോലീസിനോ നിങ്ങളുടെ വീട്ടിൽ കയറി വന്ന് നിങ്ങൾ റെയ്ഡ് ചെയ്യാം, അറസ്റ്റ് ചെയ്യാം, എല്ലാം ചെയ്യാം. സോ ഏകദേശം 3 ലക്ഷം ജനങ്ങളായിരുന്നു, 3 ലക്ഷം ജയിൽ പുള്ളികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സോ അതിന് പകരം ഈ ഒരു തിയറി കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഈ ഒരു നിയമം കൊണ്ടുവന്നത്, വാർ ഓൺ ഡ്രഗ്സ് കൊണ്ടുവന്ന സമയത്ത് 3 ലക്ഷത്തിൽ നിന്ന് 23 ലക്ഷത്തിലോട്ട് ജയിൽ പുള്ളികളുടെ എണ്ണം ഉയർന്നു. അതിലെ 2% അല്ലെങ്കിൽ 2 ആളുകൾ എന്ന് പറയുന്നത് വെളുത്ത അമേരിക്കക്കാരായിരുന്നില്ല, കറുത്ത വർഗ്ഗക്കാരും മറ്റു റേസിലുള്ള ആളുകളുമായിരുന്നു. അതിൽ വെറും 1% മാത്രമായിരുന്നു അവിടെയുള്ള ഈ കൊക്കേഷ്യൻ, അതായത് വെള്ളക്കാര് എന്ന് പറയുന്ന വെളുത്ത ആളുകൾ ഉണ്ടായിരുന്നു. അന്ന് എലിസബത്ത് ഹിൻടൺ എന്ന ഒരു റൈറ്റർ അവരുടെ ബുക്കായ വാർ ഓൺ പോവർട്ടി ടു വാർ ഓൺ ക്രൈം എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ അന്ന് റിച്ചാർഡ് നിക്സന്റെ സ്റ്റാഫായിരുന്ന ഹൽഡമന്റെ ഡയറി കുറിപ്പിൽ നിന്നാണ് ശരിക്കും ആ പുസ്തകം ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ HR ഹൽഡമൻ എന്ന് പറയുന്ന ഈ പുള്ളിക്കാരന്റെ ഡയറി കുറിപ്പിൽ നിന്നാണ് ആ ഒരു പുസ്തകം ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ആ ഡയറി കുറിപ്പിൽ റിച്ചാർഡ് നിക്സൺ പറഞ്ഞ, അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, "You have to face the fact that the whole problem is really the blacks." Haldeman quoted Nixon, "The key is to devise a system that recognizes this while not appearing to." നമ്മളുടെ ഈ ഒരു നയം കൊണ്ട് നമ്മൾ വരുത്തി തീർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കാരണം കറുത്ത ആളുകളാണ് എന്നുള്ളതാണ്. പക്ഷെ ഇത് തോന്നിക്കരുത് എന്നുള്ളതാണ്. കറുത്ത ആൾക്കാരാണ് അമേരിക്കയിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് നമ്മൾ വരുത്തി തീർക്കണം. അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്ക് പെട്ടെന്ന് കാണുന്ന സമയത്ത് ഇതിന് ഒരു ഡ്രഗ്സിന് അഗെയിൻസ്റ്റ് ഒരു ഫൈറ്റ് നടക്കുന്ന പോലെ ആയിരിക്കണം എന്നാണ് റിച്ചാർഡ് നിക്സണോട് പറയുന്നത്. ആ റിച്ചാർഡ് നിക്സൺ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതുപോലെ തന്നെ ഡയറിയിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വലിയ കോൺട്രവേഴ്സികളൊക്കെ നടന്നു.
റിച്ചാർഡ് നിക്സൺ 4-ാമത്തെ വർഷം മറ്റേ പുറത്താവുകയാണ്. അന്ന് എന്താ പറയുക, ഒരുപാട് സിവിൽ റൈറ്റ്സിന് വേണ്ടി പോരാടിയതൊക്കെ റിച്ചാർഡ് നിക്സൺ അഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു. സോ അതാണ് US-ലെ ആ ഒരു സ്റ്റോറി. അടുത്തത്, ഈ ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയം എന്ന് പറയുന്നത് അവരെപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു സാധനമാണ് കറപ്ഷൻ. എന്ത് പറഞ്ഞാലും അവർക്ക് പറയാനുണ്ടാവുക കറപ്ഷൻ എന്നാണ്. പക്ഷെ അവരെന്താണ് ഈ കറപ്ഷൻ, അല്ലെങ്കിൽ അവരുടെ കണ്ണിലെ കറപ്ഷൻ, അവര് പറഞ്ഞ് പരത്തുന്ന കറപ്ഷൻ എന്ന് പറയുന്നത് അത് വേറൊരു സാധനമാണ്. അത് ഈ ലോ ആൻഡ് ഓർഡർ അല്ലെങ്കിൽ നിയമലംഘനമായി ബന്ധപ്പെട്ടുള്ള കറപ്ഷൻ അല്ല. അവർ പറയുന്ന കറപ്ഷൻ എന്ന് പറയുന്നത് സംസ്കാരത്തിന് കളങ്കം പറ്റി എന്നുള്ളതാണ്. ഇപ്പോ ഒബാമ അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അതൊരു വലിയൊരു കറപ്ഷനാണ് എന്നാണ് അന്നത്തെ റിപ്പബ്ലിക്കൻസ് മുഴുവൻ പറഞ്ഞത്. അത് ശരിയല്ല, അത് ഭയങ്കര കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് എന്നൊക്കെയാണ്. പക്ഷെ എന്താണ് കറപ്ഷൻ എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നില്ല. പക്ഷെ ഒബാമ കറപ്റ്റഡ് ആണ് എന്ന്. കാരണം അവിടുത്തെ ഒരു കൺസർവേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ അവിടുത്തെ ഒരു കൺസർവേറ്റീവ് അമേരിക്കൻസിനെ സംബന്ധിച്ചിടത്തോളം ഒബാമ എങ്ങനെ പ്രസിഡന്റ് ആവും? ഇതൊരു എന്താ പറയുക, വെളുത്ത വർഗ്ഗക്കാരന്റെ രാജ്യമാണ്. ഇവിടെ എങ്ങനെ ഒബാമയെ പോലൊരു കറുത്ത വർഗ്ഗക്കാരൻ പ്രസിഡന്റ് ആവും? അതാണ് അവരുദ്ദേശിക്കുന്ന കറപ്ഷൻ. പക്ഷെ അത് പുറത്ത് പറയാൻ സാധിക്കില്ല. അപ്പൊ അതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ബാക്കിയുള്ള സ്ലൈഡുകളിൽ ഇതിന്റെ 4-ാമത്തെ സ്ലൈഡ് വിട്ടിട്ട് ഞാനിപ്പോ ഈ പറഞ്ഞ ഒബാമയുടെ കാര്യം, അതായത് ഒബാമേനെ അവരെങ്ങനെയാണ് കറപ്ഷൻ എന്നുള്ള രീതിയിൽ താഴ്ത്തി കെട്ടിയത് എന്നുള്ളത് നമുക്ക്, അല്ലെങ്കിൽ അന്ന് ഡെമോക്രാറ്റിക് പാർട്ടി അവരെങ്ങനെയാണ് ഫൈറ്റ് ചെയ്തത് 4-ാമത്തെ സ്ലൈഡ് വിട്ടിട്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്യാൻ സാധിക്കും. സോ അടുത്ത ഫാഷിസം അല്ലെങ്കിൽ ഫാഷിസ്റ്റ് പൊളിറ്റിക്സ് എന്ന് ഞാൻ പറയുന്നത്, ഫാഷിസ്റ്റുകൾ എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇന്ത്യയിൽ എന്നല്ല, ഇപ്പോ ഡെമോക്രാറ്റിക് രാജ്യങ്ങളിൽ നമുക്ക് ഫാഷിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഫോം ചെയ്യാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഞാനൊരു ഫാഷിസ്റ്റ് ആണെന്ന് പറഞ്ഞ് നടക്കാനൊന്നും സാധിക്കില്ല. സോ ഡെമോക്രസിയുടെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടേ ഈ ഒരു പൊളിറ്റിക്സ് നമുക്ക് നടത്താൻ സാധിക്കുള്ളൂ. സോ 3-ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആന്റി ഇന്റലക്ച്വൽ ആണ്. ആന്റി ഇന്റലക്ച്വലും നമുക്ക് വളരെ സുപരിചിതമാണ്. അത്യാവശ്യം നാഷണൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ നാഷണൽ ന്യൂസ് ഒക്കെ കാണുന്ന ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഈസിലി. സോ ആന്റി ഇന്റലക്ച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പബ്ലിക് ഡിസ്കോഴ്സ്, അതായത് നമ്മളുടെ അറിവുകൾ, നമ്മളുടെ ഭാഷ, നമ്മളുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ നമ്മളുടെ വൈദഗ്ധ്യം, ഈ ഒരു എന്താ പറയാ മേഖലകളെ കംപ്ലീറ്റ് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുക. അതായത് വിദ്യാഭ്യാസ മേഖലകളെ അറ്റാക്ക് ചെയ്യുക, ഭാഷകളുടെ വൈവിധ്യം. ഒരു ഫാഷിസ്റ്റ് രാഷ്ട്രം ഉണ്ടാക്കണമെങ്കിൽ ഒരു ഭാഷ തന്നെ വേണം. ഈ ഭാഷകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഒരു പർട്ടിക്കുലർ ഭാഷ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ ഭാഷയുടെ ചരിത്രം മുഴുവൻ പഠിക്കുന്നു. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവ് എന്ന് പറയുന്നത് വേറെയാണ്. നിങ്ങൾ തമിഴ് ഭാഷ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തമിഴ് കൾച്ചറും കൂടെയാണ് കിട്ടുന്നത്. കാരണം നമുക്കൊരു ഭാഷ ചുമ്മാ പറഞ്ഞ് പഠിക്കാൻ സാധിക്കില്ല. നമുക്ക് അതിന്റെ ലിറ്ററേച്ചറുകൾ അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു വരിക. സോ അതിലൂടെ നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും പറഞ്ഞാൽ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള നോളജ് ആണ് നമ്മുടെ തലയിൽ വരുന്നത്. സോ ഈ ഒരു സംഭവം ഫാഷിസം വർക്കൗട്ട് ചെയ്യാതിരിക്കാൻ ഒരു കാരണമാണ്. കാരണം എഡ്യൂക്കേഷൻ എപ്പോഴും ഫാഷിസത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വൺ സൈഡഡ് ആയിരിക്കണം. അല്ലെങ്കിൽ ഈ നമ്മൾ ആദ്യം പറഞ്ഞ മിത്തിക്കൽ പാസ്റ്റ്, നമ്മളുടെ സംസ്കാരം, നമ്മളുടെ എന്താ പറയുക പൈതൃകം എന്നൊക്കെ പറയുന്ന കുറെ സാധനങ്ങൾ അതിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം. സോ അവർ കോൺസ്റ്റന്റ്ലി ഈ ഒരു സംഭവത്തിനെ, അതായത് വിദ്യാഭ്യാസ മേഖല എല്ലാത്തിനെയും തകർക്കാനും അതുപോലെ തന്നെ അതിനെ മോഡിഫൈ ചെയ്യാനും ശ്രമിക്കും. സോ ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലർ ആയ സമയത്ത് 1933 അദ്ദേഹം ആദ്യം ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ലിബറൽ പ്രൊഫസർമാരെ കംപ്ലീറ്റ് അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. ഒറ്റ ആൾക്കാരെയും ബാക്കി വെക്കാതെ. അന്ന് അവിടെ ഡെമോക്രസിയെ പറ്റി സംസാരിക്കുമ്പോൾ, ലിബറലിസത്തിനെ സംസാരിക്കുമ്പോൾ, ഇടതുപക്ഷ രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ, കമ്മ്യൂണിസം സംസാരിക്കുമ്പോൾ, അങ്ങനെ 1200 പ്രൊഫസർമാരെ പിരിച്ചുവിടുകയാണ് ഹിറ്റ്ലർ ചെയ്യുന്നത്. ചാൻസലറായ ആ ഒരൊറ്റ എന്താ പറയാ ചാൻസലറായി ഓൺ ദ സ്പോട്ടിലാണ് അതൊക്കെ നടക്കുന്നത്. സോ അന്ന് ഹിറ്റ്ലർ പറഞ്ഞുകൊണ്ടിരുന്നത് പുരോഗമനം എന്ന് പറയുന്നത് ആര്യവംശത്തിന് തന്നെ ഒരു എന്താ പറയാ ഒരു ആര്യവംശത്തിന്റെ ആ ഒരു പ്യൂരിറ്റി നശിപ്പിക്കുന്ന ഒരു സാധനമാണ് പുരോഗമനം എന്നാണ്. ഫെമിനിസത്തിനെയൊക്കെ അന്ന് നല്ല രീതിക്കാണ് ഹിറ്റ്ലർ എതിർത്തത്. സ്ത്രീ എന്തായിരിക്കണം എന്നുള്ളത് ആര്യൻ സംസ്കാരത്തിലുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ എന്താ പറയാ കരുത്തുറ്റ പുരുഷന്മാരെ പ്രസവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്
ഇങ്ങനെയുള്ള കുറെ തിയറികളാണ് ഹിറ്റ്ലർ പറഞ്ഞത്. അതുകൊണ്ട് ഫെമിനിസം എന്നൊരു സംഭവത്തിനെ അന്നത്തെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നന്നായിട്ട് ഹിറ്റ്ലർ എടുത്ത് കളഞ്ഞു. ഫെമിനിസത്തിനെ പറ്റി ഹിറ്റ്ലർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഫെമിനിസം കൊണ്ടുവന്നത് ജൂതന്മാരാണ്. ഈ ജൂതന്മാര് ലോകം പിടിച്ചടക്കാനായിട്ടാണ് ഫെമിനിസം കൊണ്ടുവന്നിരിക്കുന്നത്. സ്ത്രീകളുടെ ആ ഒരു മാതൃത്വവും ആ ഒരു എന്താ പറയാ നിഷ്കളങ്കതയും നശിപ്പിക്കാനാണ് ഫെമിനിസം കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് ഹിറ്റ്ലർ പറഞ്ഞിരിക്കുന്നത്. അന്ന് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഫെമിനിസം സംസാരിക്കുന്നവരെയും സ്ത്രീകളുടെ തുല്യതയെക്കുറിച്ച് സംസാരിക്കുന്നവരെയൊക്കെ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇത് ടർക്കിയിലെ നമ്മളെ സ്വന്തം റെസെപ് തായിപ്പാണ്. സോ ഇദ്ദേഹം ചെയ്തത് തന്നെ. പക്ഷെ ഇദ്ദേഹം ഏകദേശം 25,000 പ്രൊഫസർമാരെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു അടുപ്പിച്ച്. ഈ അടുത്തും കുറെ ആൾക്കാരെയൊക്കെ 2018-19 സമയം 18 പുറത്താക്കിയിട്ടുണ്ടായിരുന്നു കുറെ പേര്. അന്ന് ഈ ഗവൺമെന്റിനെ എതിർക്കുക, അതുപോലെ തന്നെ പുരോഗമനമായിട്ടുള്ള രാഷ്ട്രീയം കൊണ്ടുവരിക, മതങ്ങൾ എന്ന് ഞാൻ പറയുന്നില്ല, ഒരു പർട്ടിക്കുലർ മതം എന്ന് പറയുന്ന ഒരു ഐഡിയ, അതായത് ഒരു ഭൂരിപക്ഷത്തിന്റെ മതം. ടർക്കി നമുക്കറിയാം ഇസ്ലാമിക രാജ്യം. അന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്നവൻ, ഇവരെ വിമർശിക്കുന്നവൻ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇവരുടെ ഗവൺമെന്റിനെ എതിർക്കുന്നവൻ, ഇവരെല്ലാവരും പിടിച്ച് 10-25,000 പേരെയാണ് ഇവർ പുറത്താക്കിയത്. ഇതൊരു വലിയ കോൺസ്പിറസി തിയറിയുടെ ഭാഗമാണ് ഇവര് എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളക്കഥകൾ കെട്ടിയിട്ടാണ് ഇവർ പുറത്താക്കുന്നത്. ഇതിൽ നമുക്ക് നമ്മളുടെ ഇന്ത്യയുടെ ഒരു ഉദാഹരണമാണ് ഇത് രണ്ടും. ജാമിയ യൂണിവേഴ്സിറ്റി, ജാമിയ ഇസ്ലാമിയ കോളേജിൽ നടന്ന ലൈബ്രറിയിൽ നടന്ന ആക്രമണം, CAA പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത്, പ്രൊട്ടസ്റ്റ് റോഡിൽ പോലും അല്ല, പിള്ളേരെ പോയി അടിച്ചത്, ലൈബ്രറി വെച്ചിട്ടാണ് ആക്രമിച്ചത്. അതുപോലെ തന്നെ JNUല് അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആക്രമിക്കുന്നതും. സോ ഇവിടെ ഒരു ഫാഷിസം വർക്ക്ഔട്ട് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ പുരോഗമനം പറയരുത്, ഇവിടെ ഒരു സംസ്കാരമുണ്ട്, നിങ്ങൾ അതിനനുസരിച്ച് ജീവിച്ചാൽ മതി. ഇതാണ് ഫാഷിസത്തിന്റെ ഈ ഒരു പ്രൊപ്പഗാൻഡ കൊണ്ട്, ആന്റി ഇന്റലക്ച്വൽ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് പുരോഗമനമായ ഒരു ആശയം മുന്നോട്ട് വെച്ചാൽ നിശബ്ദമാക്കും. ഇത് നാസി ജർമ്മനിയില് കുട്ടികളുടെ പാഠപുസ്തകത്തിലെ കുറച്ച് കട്ടിങ്സ് ആണ്. ഇപ്പൊ ഈ ഒരു സ്ത്രീയും ഒരു ആളും കൂടെ നിൽക്കുന്ന ഫോട്ടോ നമുക്ക് നോക്കാം. അതില് ശരിക്കും കാണുന്നത് ഒരു ജർമ്മൻ സ്ത്രീനെ, അതായത് ഒരു ആര്യൻ സ്ത്രീ, ഐഡിയൽ ആര്യൻ സ്ത്രീ, ഒരു ജർമ്മൻ സ്ത്രീയെ ഒരു ജൂതൻ പറ്റിക്കുന്നത് പോലെയാണ് കാണിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ജൂതന്റെ ലുക്കും കാര്യങ്ങളൊക്കെ. ഈ ഒരു ഫോട്ടോയിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ജൂതൻ എന്ന് പറഞ്ഞ് ചിത്രീകരിച്ചിരിക്കുന്ന ആളെ കണ്ടാൽ തന്നെ അറിയാം, ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഒട്ടും പ്ലീസിങ് അല്ലാത്തൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്ത് വളരെ ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു ലുക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഇയാൾ പറ്റിക്കുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ഇത് സ്കൂൾ കുട്ടികളുടെ പാഠപുസ്തകമാണ്, അത് ആലോചിക്കണം. പിന്നെ ഇപ്പുറത്ത് കാണുന്നത് കണക്ക് പുസ്തകത്തിന്റെ ഒരു ചെറിയ കട്ടിംഗ് ആണ്. അപ്പൊ ഇതിൽ പറയുന്നത് ഡിസേബിലിറ്റീസ് ഉള്ള ആളുകൾക്ക് വേണ്ടി ഗവൺമെന്റ് ചെലവാക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഡിസേബിലിറ്റീസ് ഉള്ള ആളുകൾ അന്ന് ജർമ്മൻ സംസ്കാരത്തിന് അന്ന് ഒരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡിസേബിലിറ്റീസ് ഉള്ള, അംഗവൈകല്യമുള്ള ആളുകളെ അന്ന് ഹിറ്റ്ലർ കൊന്നൊടുക്കിയിട്ടുണ്ട്. കാരണം അന്ന് അവിടുത്തെ കുട്ടികളെ പഠിപ്പിച്ചതും അത് തന്നെയാണ്. അംഗവൈകല്യമുള്ളവരെ കൊല്ലുന്നതാണ് ഒരു രാജ്യത്തിന്റെ വരുമാനം സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. അത് അവരുടെ കണക്ക് പുസ്തകങ്ങളിൽ വരെ കുത്തിക്കയറ്റിയിട്ടുണ്ടായിരുന്നു നാസി ജർമ്മനിയിൽ. ഇത് നമ്മളുടെ സ്വന്തം ഇന്ത്യയുടെ ചോദ്യ പേപ്പറാണ്. ഇവിടെ കാർഷിക പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ, കൃഷിക്കാരന്റെ പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത് DAV ബോയ്സ് സ്കൂൾ, ചെന്നൈ, അതൊരു ഹിന്ദു സ്കൂളാണ്, ഒരു സംശയമില്ല. സാധാരണ ഹിന്ദു സ്കൂളല്ല, ഈ വേദങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു തീവ്രമായ ഒരു ഹിന്ദു സ്കൂളാണ്. അവിടുത്തെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. ഇതിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളൊരു ന്യൂസ് എഡിറ്ററിന് ലെറ്റർ അയക്കാനുള്ള ഒരു ചോദ്യപത്രം പേപ്പറാണ്. നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഈ കലാപം, റിപ്പബ്ലിക് ഡേ ദിവസം ഫാമേഴ്സ് എന്ന് പറയുന്ന ആളുകൾ ചെയ്തു കൂട്ടിയ കലാപത്തെക്കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് ഒരു ന്യൂസ് എഡിറ്ററിന് ലെറ്റർ എഴുതുക എന്നുള്ള ചോദ്യ പേപ്പറാണ്. ഇതിലെ ഏറ്റവും അവസാനത്തെ വരിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സജസ്റ്റ് ഫ്യൂ മെഷേഴ്സ് ഫ്രം യുവർ എൻഡ് ടു ത്വാട്ട് സച്ച് വയലന്റ് മേനിയാക്സ്. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, വയലന്റ് മേനിയാക്സ് ഹു ആക്ട് അണ്ടർ എക്സ്റ്റേണൽ ഇൻസ്റ്റിഗേഷൻ. അപ്പോൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആളുകളെ മേനിയാക്സ്,
അല്ലെങ്കിൽ എന്താ പറയാ ഭ്രാന്തന്മാരെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു വെറി പിടിച്ച ആളുകളായിട്ടാണ് ചിത്രീകരിച്ച് ഇതിലിട്ടുണ്ടായിരുന്നത്. ഇത് അധികം വൈകിട്ടൊന്നുമല്ല. ആ ഒരു പ്രൊട്ടസ്റ്റ് നടന്ന റിപ്പബ്ലിക് ഡേ കഴിഞ്ഞ് 2 ദിവസം 3 ദിവസത്തിനുള്ളിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ സ്കൂളുകളിൽ വരികയാണ് ഉണ്ടായത്. ഹിറ്റ്ലറിന്റെ പ്രൊപ്പഗാൻഡ അല്ലെങ്കിൽ ഈ ഒരു ആന്റി ഇന്റലക്ച്വൽ ഇതിൽ പറയുന്ന കാര്യം, അതായത് മൈൻ കാംഫ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു പ്രൊപ്പഗാൻഡ കൊണ്ടുവരുന്ന സമയത്ത് അല്ലെങ്കിൽ ജനങ്ങളിലോട്ട് എത്തിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇത് സാധാരണക്കാർ, അതായത് ഭൂരിപക്ഷ ജനങ്ങൾ എന്ന് പറയുന്ന ജനങ്ങൾക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവില്ല. എത്രയും ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ അതായിരിക്കും അവർക്ക് പറ്റുക. സോ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും അവർക്ക് ഈസിലി ഗ്രാബ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക, അങ്ങനെയുള്ള പ്രൊപ്പഗാൻഡകൾ മാത്രം കൊണ്ടുവരിക. അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് നമ്മൾ ഇന്ന് പറയുന്ന കാര്യം ജനങ്ങൾ നാളെ മറക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓരോ പ്രൊപ്പഗാൻഡയും മുദ്രാവാക്യങ്ങളിൽ ഒതുക്കണം എന്നാണ് പറയുന്നത്. സോ നമ്മളുടെ ഇന്ത്യയിൽ നമുക്ക് അറിയാം പ്രൊപ്പഗാൻഡ അടങ്ങിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. അത് ജയ് ശ്രീരാം എന്നുള്ള സംഭവമൊക്കെ തന്നെയാണ്. ജയ് ശ്രീരാം, പിന്നെ അതുപോലെ തന്നെ ഈ ഗർഭാപ്പസി എന്ന് പറയുന്ന സംഭവം, ഇപ്പൊ ഇവിടെ വന്നപ്പോ സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ളതായി. സോ ഇതിന്റെ എല്ലാം പുറകിലുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് ഹിന്ദു രാഷ്ട്ര സൃഷ്ടിക്കുക. ജയ് ശ്രീരാം എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ സൈഡില് അത് വളരെ നോർമൽ ആയിട്ടുള്ള സംഭവമായിരുന്നു. അവിടുത്തെ സവർണ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ സാധാരണ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്നത് ഈ രാം രാം അല്ലെങ്കിൽ ജയ് ശ്രീരാം എന്നൊക്കെ തന്നെയായിരുന്നു. പക്ഷെ അതൊന്നൊരു ഗ്ലോബൽ ഫിനോമിനൻ അല്ലെങ്കിൽ നാഷണൽ ഫിനോമിനൻ ആക്കി മാറ്റുക എന്ന് പറയുന്നതിനാണ് ഈ ഒരു പ്രൊപ്പഗാൻഡ. അതായത് ചുമ്മാ പറയുമ്പോൾ ഞങ്ങൾ രാമന്റെ പേരല്ലേ പറയുന്നുള്ളൂ എന്നാണ്, പക്ഷെ ഇതിന്റെ പുറകിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളും ഇവര് ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ എല്ലാവർക്കും അറിയാം. അടുത്തത് അൺറിയാലിറ്റിയാണ്. അൺറിയാലിറ്റിയുടെ കാര്യത്തിൽ നമ്മുടെ രാജ്യം വളരെ മുമ്പിലാണെന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ഒരുപാട് എന്താ പറയാ, നമുക്ക് ഒരുപാട് ഇതിനെപ്പറ്റി പറയാനുണ്ട്. ഈ അൺറിയാലിറ്റി സ്റ്റേജിലോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഈ അൺറിയാലിറ്റി പൊളിറ്റിക്സിലോട്ട് വരുന്ന സമയത്ത് ഈ സോ കോൾഡ് രാജ്യത്തിന്റെ ഇപ്പൊ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രസിഡന്റോ ആരാണോ ഈ ഏത് പാർട്ടിയാണോ ഈ ഒരു പൊളിറ്റിക്സ് കൊണ്ടുവരുന്നത്, ആ പർട്ടിക്കുലർ വ്യക്തി എന്ത് വില കൊടുത്ത് നുണ പറയാൻ മടി ഉണ്ടാവില്ല. അതായത് ഒരു ഉളുപ്പില്ലാതെ നുണ പറയാൻ മതി. അങ്ങനെ ഒരു സ്റ്റേജിലോട്ട് എത്തും. അതായത് നമ്മളുടെ നിലവിലുള്ള റിയാലിറ്റിയെ പല മേഖലകളിലൂടെ ഓൾട്ടർ ചെയ്തു ഇതല്ല സത്യം, ഇതാണ് സത്യം എന്നുള്ള രീതിക്ക് സാധാരണക്കാരന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലോട്ട് എത്തിക്കും. അതാണ് അൺറിയാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ നിലവിലുള്ള റിയാലിറ്റിയെ മൂടി വെച്ചുകൊണ്ട് മറ്റൊരു ഓൾട്ടർനേറ്റീവ് റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുക. ഈ ഓൾട്ടർനേറ്റീവ് റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആദ്യം പറഞ്ഞ മിത്തിക് പാസ്റ്റ് എന്ന് പറയുന്ന സാധനം സ്ട്രോങ് ആവുക. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതൊരു പ്രൊപ്പഗാൻഡ, ജർമ്മൻ ഒരു എന്താ പറയുക കോൺസ്പിറസി തിയറിയാണ്. ഇത് ആക്ച്വലി ഉണ്ടായത് ജർമ്മനിയിലൊന്നുമല്ല, ഇത് റഷ്യയിലാണ് ഉണ്ടായത്. ഈ ഒരു കോൺസ്പിറസി തിയറി ദ പ്രോട്ടോകോൾസ് ഓഫ് എൽഡേഴ്സ് ഓഫ് സയൻ, ഇതാണ് ഈ കോൺസ്പിറസി തിയറിയുടെ പേര്. ജൂതന്മാര് ലോകം കൺട്രോൾ, ഇപ്പൊ ഫോട്ടോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു ജൂതൻ ഒരു ഭൂമിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ജൂതന്റെ എല്ലാ പകർപ്പും വളഞ്ഞ മൂക്കും നക്ഷത്രവും എല്ലാം ഉണ്ട്. അപ്പൊ ജൂതന്മാര് കൺട്രോൾ ചെയ്യാൻ വേണ്ടി വരികയാണെന്നുള്ളത് റഷ്യയില് പറഞ്ഞു വരുത്തിയതാണ്. ഇത് 1905 ആ ഒരു സമയത്ത്. അതിനുശേഷം പിന്നീട് ഇത് പല എന്താ പറയാ പല രാജ്യങ്ങളായിട്ട് ഇത് അഡാപ്റ്റ് ചെയ്യുകയും പല പല പുസ്തകങ്ങൾ ഇതിനെപ്പറ്റി പരാമർശിക്കുകയൊക്കെ ചെയ്തു. ഇത് ഏകദേശം ഒരു 1920 ആയപ്പോൾ അമേരിക്കയിൽ വളരെ പോപ്പുലറായി. അതിന് ഏറ്റവും പ്രധാന കാരണം ഹെൻറി ഫോർഡ് ആയിരുന്നു. ഫോർഡ് കാറിന്റെ ഉടമസ്ഥൻ ഹെൻറി ഫോർഡ്, ഫൗണ്ടർ ഓഫ് ഫോർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഏകദേശം 5 ലക്ഷത്തോളം കോപ്പിയാണ് എൽഡേഴ്സ് ഓഫ് സയൻ. ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1920 എന്നൊക്കെ പറയുന്നത് അമേരിക്ക സ്ലേവറിയുടെ കാലഘട്ടമായിരുന്നു. അന്ന് അടിമത്വം എന്ന് പറഞ്ഞാൽ അമേരിക്ക അറിയപ്പെട്ടത് തന്നെ അടിമത്വത്തിന്റെ പേരിലാണ്. കറുത്തവർഗക്കാരെ അടിമയാക്കുക, ജൂതന്മാരെ അടിമയാക്കുക എന്നുള്ള ഒരു ഇതിൽ അന്ന് ജൂതന്മാരെ അടിക്കാൻ പറ്റിയ ഒരു സാഹചര്യമായിരുന്നു അമേരിക്കയിൽ. അപ്പോൾ ഹെൻറി ഫോർഡ് ഒന്നും നോക്കില്ല, 5 ലക്ഷം കോപ്പി എൽഡേഴ്സ് ഓഫ് സയൻ എന്ന് പറ്റിയിട്ട് ഇറക്കി ജൂതന്മാര് മൊത്തം ഈ ലോകം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ലെവലിലേക്ക് എത്തിച്ചു. ഇത് ഒരു 1933 ആയപ്പോഴത്തേക്കും ഹിറ്റ്ലറിന് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അന്നത്തെ ബ്രിട്ടീഷ് പത്രമായിരുന്ന ദ ടൈം എന്നുള്ള ന്യൂസ് പേപ്പർ, അതുപോലെ തന്നെ ജർമ്മനിലെ ഒരു ന്യൂസ് പേപ്പർ, ഇതിലെല്ലാവരും അന്നത്തെ ജർമ്മൻ മാധ്യമങ്ങൾ വരെ
അതിനെ എതിർത്തിരുന്നു, അതൊരു റോങ് ആണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇതൊന്നും മൈൻഡ് ആക്കാണ്ട് ഇത് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഹിറ്റ്ലർ. ഈ സംഭവം ഹിറ്റ്ലർ നേരെ പാഠപുസ്തകങ്ങളിലോട്ട് എത്തിച്ചു. ഇത് എന്തായാലും പഠിച്ചിരിക്കണം, എൽഡേഴ്സ് ഓഫ് സയൻ എന്തായാലും പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞ് കുട്ടികളുടെ പാഠപുസ്തകത്തിൽ അത് നിർബന്ധമാക്കി മാറ്റി. ഈ ഒരു തിയറി ഇത് ഡൊണാൾഡ് ട്രംപ് ഒക്കെ പ്രസിഡന്റ് ആവുന്നതിന് തൊട്ട് മുമ്പ് ഉണ്ടായ ഒരു ഇവന്റ് ആണ്. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയതും ഈ ഒരു കോൺസ്പിറസി തിയറി വെച്ചിട്ടാണ്, ഈ രണ്ട് കോൺസ്പിറസി തിയറികൾ വെച്ചിട്ടാണ്. സോ ഇവിടെ കോൺസ്പിറസി തിയറികൾ ക്രിയേറ്റ് ചെയ്യുന്നു ഫാഷിസ്റ്റുകളുടെ ഏതൊരു രാഷ്ട്രീയം നിങ്ങൾ നോക്കിയാലും ആ രാഷ്ട്രീയത്തിൽ മുന്നിൽ നിൽക്കുന്ന രണ്ട് ഇമോഷൻസ് ആണ്. ഒന്ന് പേടി, ഒന്ന് ദേഷ്യം. ഇപ്പൊ ബാബരി മസ്ജിദ് പൊളിച്ചത് ദേഷ്യം കൊണ്ടാണെങ്കിൽ ഇന്ന് ലവ് ജിഹാദ് പറഞ്ഞു നടക്കുന്നത് പേടി കൊണ്ടാണ്. ഈ രണ്ട് ഇമോഷൻസ് മാത്രമാണ് വർക്കൗട്ട്. ശബരിമല ഇഷ്യൂ നടക്കുന്നതൊക്കെ പേടിയുണ്ട്. ഈ പേടി ദേഷ്യം ഇത് രണ്ടെണ്ണം അല്ലാതെ വേറൊരു ഇമോഷൻസും ഫാഷിസം അല്ലെങ്കിൽ ഫാഷിസ്റ്റ് നയങ്ങളിൽ വരില്ല. കാരണം അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയുധം എന്ന് പറയുന്നത്. സോ ഇന്നത്തെ നമുക്ക് ഈ US നടന്ന കോൺസ്പിറസി തിയറി, ഫാഷിസം പൊളിറ്റിക്സ് ആയ കോൺസ്പിറസി എങ്ങനെയാണ് വർക്ക് ചെയ്തത് നോക്കാം. ഈ ഒരു സ്ത്രീയും ഒരു പുരുഷനും കൂടെ നിൽക്കുന്ന ടീഷർട്ട് ഇട്ടിട്ട് പിസ്സ ഗേറ്റ് എന്ന് അവരുടെ ടീഷർട്ടിൽ എഴുതിയിട്ടുണ്ട്. സോ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേൾക്കാൻ നല്ല കോമഡിയാണ് ശരിക്കും പറഞ്ഞാൽ, പക്ഷെ ഇത് അവിടെ 40% to 50% വരെ വർക്ക്ഔട്ട് ആയിരുന്നു. പിസ്സ ഗേറ്റ് കോൺസ്പിറസി തിയറി എന്ന് പറയുന്നത് അവിടെയുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഹില്ലാരി ക്ലിന്റൺ ഉൾപ്പെടുന്ന എല്ലാവരും ചൈൽഡ് റേപ്പിസ്റ്റുകളാണ് എന്നുള്ളൊരു തിയറിയാണ് വരുന്നത് പിസ്സ ഗേറ്റിൽ. ഇവരെല്ലാവരും ഒരു പിസ്സ ഷോപ്പിൽ പോവുകയും അതുപോലെ തന്നെ ആ പിസ്സ ഷോപ്പിൽ വെച്ചുകൊണ്ട് എല്ലാ ചെറിയ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് പീഡിപ്പിക്കുന്നു എന്നുള്ളൊരു വലിയൊരു കോൺസ്പിറസി തിയറി. ഇത് അവിടുത്തെ ജനങ്ങളെ വല്ലാതെ ഞെട്ടിച്ചു, പ്രത്യേകിച്ച് കൺസർവേറ്റീവ് ആയിട്ടുള്ള ജനങ്ങളെ. അമേരിക്കയുടെ പൊളിറ്റിക്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെയുള്ള റൈറ്റ് വിങ്ങിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് ഗ്രാമം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗ്രാമമല്ല, അമേരിക്കയിലുള്ള റൂറൽ ഏരിയാസിലാണ് ഏറ്റവും കൂടുതൽ കൺസർവേറ്റീവ് ആയിട്ടുള്ള ആളുകളുള്ളത്. അവരുടെ ഇടയിൽ വളരെ ഒരു ഭീതി സൃഷ്ടിച്ചു. ഹില്ലാരി ക്ലിന്റൺ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു, പിസ്സ ഷോപ്പിൽ കൊണ്ടുപോകുന്നു, പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ആളുകൾ വിശ്വസിച്ച് കുറെ ഫോട്ടോഷോപ്പ് ഉണ്ടാക്കി, കുറെ ഫോട്ടോഷോപ്പ് ഇമേജസ് ഒക്കെ പുറത്തിറങ്ങാൻ തുടങ്ങി. ഇത് എന്താ പറയാ, ഇതിനു വേണ്ടി നമ്മൾ പോരാടണം എന്നൊക്കെ പറഞ്ഞ് ഇവര് രണ്ടും കൽപ്പിച്ചിട്ടാണ് ആൾക്കാർ ഇറങ്ങിയത്. അന്ന് ടോം ഹാങ്ക്സ്, സിനിമ നടനായ ടോം ഹാങ്ക്സിനെയൊക്കെ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ പരിശോധിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നോക്കിയത് അദ്ദേഹം ഇപ്പോൾ കമന്റ്സ് ഓഫ് ആക്കിയിട്ടിരിക്കുകയാണ്. ഒരു വർഷം മുമ്പ് വരെ അദ്ദേഹത്തിന്റെ എല്ലാ പോസ്റ്റിന്റെ അടിക്കും കൃത്യമായിട്ട് കമന്റ് വരും, പിഡോഫൈൽ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും. കാരണം അത്രയും അത് റിയൽ ആണെന്ന് ആൾക്കാർ വിശ്വസിച്ചു പോയി. രണ്ടാമത്തെ ഫോട്ടോ, അത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയാം. ഒബാമ ഷോ അസ് ദ ബർത്ത് സർട്ടിഫിക്കറ്റ്. ഇതൊരു വളരെ കോമഡി ആയിട്ടുള്ള എന്നാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കോൺസ്പിറസി തിയറിയാണ്. ഇതിന് അവര് പറയുന്ന ഒരു സംഭവം എന്താന്ന് വെച്ചാൽ, അതായത് ഒബാമയുടെ എന്താ പറയാ, ഒബാമ ഒരു അമേരിക്കക്കാരനല്ല, അയാളുടെ കയ്യിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ളത് ചുമ്മാ ഡൊണാൾഡ് ട്രംപ് തട്ടിവിട്ടൊരു സംഭവം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചു മുമ്പ്. ഈ ഫാഷിസ്റ്റ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് അവരുടെ എന്താ പറയാ, അല്ലെങ്കിൽ അവർ കറപ്ഷൻ എന്ന് പറഞ്ഞ് പറയുന്ന ചാർജസ് എല്ലാം ലോ ആൻഡ് ഓർഡറിനെ ലംഘിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിയമലംഘനം നടക്കുന്നു എന്നുള്ള കറപ്ഷൻ അല്ല, മറിച്ച് നമ്മളുടെ സംസ്കാരത്തിനെ, നമ്മുടെ മഹത്തായ പാരമ്പര്യത്തെ നശിപ്പിക്കുന്നു എന്നുള്ള കറപ്ഷനാണ് അവർ പറയാറ്. അന്ന് ഈ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ള ഒരു ചുമ്മാ അടിച്ചു വിട്ടതാണ്. ഒബാമ ഒരു കെനിയക്കാരനാണ് എന്ന് ചുമ്മാ അടിച്ചു വിട്ടു. അല്ലെങ്കിൽ ഒബാമ നമ്മളുടെ ആളല്ല, ഈ നമ്മളുടെ കൂട്ടര് അവരുടെ കൂട്ടര് എന്ന് പറയുന്നിടത്താണ് ഫാസിസം ജനിക്കുന്നത്. അപ്പൊ ഒബാമ നമ്മുടെ കൂട്ടരല്ല എന്ന് അടിച്ചു വിട്ടു. അല്ലെങ്കിൽ ഒബാമ ഈ എന്താ പറയാ, അൺഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് നമ്മളുടെ ഈ രാജ്യം ഭരിക്കുക എന്നാണ്. പിന്നെ അതിൽ നിന്നൊരു വലിയൊരു കഥയിലോട്ടാണ് പോയത്. ഒബാമ കെനിയൻ മുസ്ലിം ആയിരുന്നു, കെനിയക്കാരനായിരുന്നു, അയാൾ മുസ്ലിമാണ്. അങ്ങനെ അവസാനം ഒബാമയുടെ കഴിഞ്ഞ് ഹില്ലാരി ക്ലിന്റൺ ഡൊണാൾഡ് ട്രംപ് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു 40% അമേരിക്കക്കാരും വിശ്വസിച്ചിരുന്നത്
ഒബാമയാണ് ISISന്റെ തലവെന്നാണ്. ഇത് ഞാൻ തമാശയ്ക്ക് പറയല്ല, ഇത് അവിടെ നടന്ന ഒരു സംഭവമാണ്. ഇത് ഒരുപാട് സർക്കിള് ഒരു ഇമേജസ് ഒക്കെ ഇതിന്റെ പുറകിൽ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് കിട്ടില്ല. ട്വിറ്ററും ഫേസ്ബുക്കും ഒക്കെ അത് എടുത്തു കളഞ്ഞു. ഒബാമ തൊപ്പിയൊക്കെ വെച്ച്, മുസ്ലിം തൊപ്പിയൊക്കെ വെച്ച് നിൽക്കുന്നത്, ഒബാമ ആന്റി ക്രൈസ്റ്റ് ആണ്, ISIS ആണ്, ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നത്. അത് കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്തു എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപിനെ ജയിപ്പിക്കാനായിട്ട്. ഹില്ലാരി ക്ലിന്റൺ തോൽക്കാനും ഈ ഒരു ബർത്തറിസവും അതുപോലെ തന്നെ പീറ്റ്സ ഗേറ്റ് എന്ന് പറയുന്ന ഈ 2 കോൺസ്പിറസി തിയറികൾ നല്ല രീതിക്ക് സഹായിച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ ഇന്ത്യയിലെ നമ്മുടെ സ്വന്തം ഭാരതത്തിന്റെ കോൺസ്പിറസി തിയറികളുടെ കയ്യാങ്കളിയാണ്. സുശാന്ത് സിംഗ് രാജ്പുത്ത് മരിച്ചതിന് ശേഷം നമ്മൾ ഇതിന് സമാനമായിട്ടുള്ള ഒബാമക്കെതിരെ അമേരിക്കക്കാർ എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്തത്, ജൂതന്മാർക്കെതിരെ എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്തത്, അതിന് അതേപോലെ തന്നെ സുശാന്ത് സിംഗ് രാജ്പുത്ത് മരിച്ച സമയത്ത് ക്രിയേറ്റ് ചെയ്ത വൻ കോൺസ്പിറസി തിയറിയാണ്. ഈ ഒരു പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ ആജ് തക്കിന്റെ ഒരു സ്ക്രീൻഷോട്ട് നോക്കി മനസ്സിലാവും. സുശാന്ത് പർ റിയ കാ ഖാല ജാദു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദുർമന്ത്രവാദിനിയാണ് റിയ ചക്രവർത്തി, സുശാന്തിനെ മന്ത്രവാദം ചെയ്ത് മയക്കി എടുത്തു എന്നൊക്കെയാണ് മെയിൻ സ്ട്രീം ന്യൂസിൽ വന്ന ന്യൂസാണ് അതൊക്കെ. ലവ് സെക്സ് ധോക്ക ന്യൂസ് 18 വന്നതാണ്. അപ്പോ ആൾക്കാരെ ഇത് കണ്ടില്ലേ, ആൾക്കാരെ വിശ്വസിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരാൾക്കാരെ ഈ ഒരു വാർത്തകൾ കാരണം ആൾക്കാർ രണ്ടും കൽപ്പിച്ച് ഇറങ്ങുകയാണ്. ഇതാണ് ശരിക്കും സംഭവിച്ചെന്ന് പറഞ്ഞിട്ട്. അതായത് ബോയ്ക്കോട്ട് സൽമാൻ ഖാൻ, ബോയ്ക്കോട്ട് കരൺ ജോഹർ, കിട്ടിയ ആൾക്കാരെ മുഴുവൻ അന്ന് അടിച്ച് തകർക്കുകയാണ്. അതുപോലെ തന്നെ താഴെ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത നോക്കിക്കഴിഞ്ഞാൽ സൺഡേ ഡിബേറ്റ്, ഫോറിൻ പ്ലോട്ട് ടു മാൻ ഇൻ ഇന്ത്യ എക്സ്പോസ്ഡ്. ടൂൾ കിറ്റ് പ്ലോട്ട്, എന്താണ് ടൂൾ കിറ്റ് എന്നുള്ളത് പോലും അറിയാത്ത ഒരു ഭൂരിപക്ഷ ജനങ്ങളാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് നമുക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെ ഒരു ഗൂഗിൾ ഡോക്യുമെന്റ് ഫയലിന്റെ പേരിൽ ഇന്ന് ഈ രാജ്യത്ത് കോൺസ്പിറസി, ഇന്ത്യനെ തകർക്കാൻ ശ്രമിക്കുകയാണ് അവര്, ഗ്ലോബൽ നെക്സസ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതാണ് കോൺസ്പിറസി തിയറി ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അൺറിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇന്ന് റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ജയിലിലിരിക്കുന്ന സംഭവം, ഇത് ലവ് ജിഹാദ് ബില്ലാണ്. ലവ് ജിഹാദ് ബില്ലല്ല, ലവ് ജിഹാദ് നോട്ടീസ്. രാജസ്ഥാനിലെ സ്കൂളുകളിൽ ബജരംഗ് ദൾ 2015 ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത നോട്ടീസാണ്. സോ ബജരംഗ് ദൾ ആക്ച്വലി എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പോ ഈ ഇന്ന് മാധ്യമങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ബജരംഗ് ദൾ രാജസ്ഥാനിലെ സ്കൂൾ കുട്ടികളെ വിളിച്ചു വരുത്തുകയും ഒരു എക്സിബിഷൻ നടത്തുകയും, ലവ് ജിഹാദ് എക്സിബിഷൻ എന്ന് പറഞ്ഞ് നടത്തുകയും അവിടെ ഈ നോട്ടീസുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ചെയ്യുന്നു. ആ നോട്ടീസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ മതവിഭാഗത്തിലെ പെൺകുട്ടികളെ മുസ്ലിങ്ങൾ കൺവേർട്ട് ചെയ്താൽ എത്ര ലക്ഷം രൂപയാണ് അവർക്ക് കിട്ടുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് നോക്കാം. ഇപ്പോ ഈ ലവ് ജിഹാദിന്റെ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്, സിഖ് യുവതിയെ ഒരു മുസ്ലിം സ്നേഹിച്ച് കല്യാണം കഴിച്ച് മുസ്ലിം ആക്കി കഴിഞ്ഞാൽ 7 ലക്ഷം രൂപ കിട്ടും. ഗുജറാത്തി പഞ്ചാബി യുവതിയാണെങ്കിൽ 6 ലക്ഷം രൂപ. ഗുജറാത്തി ബ്രാഹ്മണ സ്ത്രീനെയാണ് മുസ്ലിങ്ങൾ മതം മാറ്റുന്നത് വെച്ചാൽ അവർക്ക് റിവാർഡായിട്ട് കിട്ടുന്നത് 6 ലക്ഷം രൂപ. അപ്പൊ നമുക്കിത് കേൾക്കുമ്പോൾ ശരിക്കും ചിരി വരും. പക്ഷെ ഇത് നല്ല രീതിക്ക് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അത് രാജസ്ഥാനിലൊക്കെ ആലോചിച്ച് നോക്കണം. ഇതെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് സ്കൂളുകളിലാണ്. അന്ന് ബജരംഗ് ദളും വിശ്വ ഹിന്ദു പരിഷത്തും കൂടെ ചെയ്തു കൂട്ടിയതാണ്. പക്ഷെ അവരൊക്കെ ഇപ്പോഴും നല്ല രീതിക്ക് തന്നെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നുണ്ട്. അടുത്ത ഒരു ഈ ഒരു കോൺസ്പിറസി തിയറികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി നമ്മളെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. മെയിൻ സ്ട്രീം മീഡിയകളും സോഷ്യൽ മീഡിയാസും എല്ലാം നമ്മളെ കണ്ടിന്യൂസ്ലി കോൺസ്പിറസി തിയറികൾ ട്രൂത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ കോൺസ്പിറസി തിയറികൾ നമ്മൾ തിന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ കുറെ മൂല്യങ്ങളാണ് അവിടെ നഷ്ടപ്പെടുന്നത്. നമ്മൾ പിന്നീട് ഒന്നിനെയും വിശ്വസിക്കാതെ, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ റിസർച്ച് ചെയ്യാതെ ഇതിങ്ങനെ വിഴുങ്ങി ജീവിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് റിയാലിറ്റി തന്നെ ഈ ഒരു കോൺസ്പിറസി തിയറികൾ ക്രിയേറ്റ് ചെയ്യും. അതിൽ ലവ് ജിഹാദിന്റെ കാര്യത്തിൽ വളരെ നന്നായിട്ട് തന്നെ നടന്നിട്ടുണ്ട്. സോ നമ്മളുടെ ഈ ഒരു എന്താ പറയാ, നമ്മളിങ്ങനെ കോൺസ്റ്റന്റ്ലി കോൺസ്പിറസി തിയറികൾ മാത്രം തിന്ന് ജീവിക്കുന്ന ഒരു ജീവിയായി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, പിന്നെ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളായിരിക്കും. കൊറോണയിൽ ഈസ് നൗ വേൾഡ്സ് ഫസ്റ്റ് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ. തള്ളി വിടുന്നതിന് ഒരു കണക്കുമില്ല. ഇതൊക്കെ മെയിൻ സ്ട്രീം മീഡിയകളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ. തത്വ ഇന്ത്യയൊക്കെ BJP യുടെ സ്വന്തം ആൾക്കാരാണ്. അത് മാത്രമല്ല, അടുത്ത് വേൾഡ് നീഡ്സ് ടു ലേൺ ഹൗ
ഹൗ ടു മാനേജ് പാൻഡമിക് ആൻഡ് മൈഗ്രന്റ് ക്രൈസിസ് ഫ്രം CM യോഗി ആദിത്യനാഥിനെ കണ്ടിട്ട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. യോഗി ആദിത്യനാഥിനെ പോലെ ഭരിക്കണമെന്ന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് നടന്നു എന്നൊക്കെയാണ് തള്ളി മറിക്കുന്നത്. ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി കുറെ ആളുകൾ വന്നിട്ടുണ്ട്. സോ ഇത് നമുക്ക് കേട്ടാൽ തന്നെ അറിയാം യോഗിനെ പറ്റി എന്താണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പഠിക്കേണ്ടത്, എങ്ങനെ ഒരു സ്ഥലത്തിന്റെ പേര് മാറ്റാം, അതല്ലാണ്ട് ഇതിപ്പോ എങ്ങനെ തെളിവുകൾ നശിപ്പിച്ചുകൊണ്ട് ആൾക്കാരെ കത്തിക്കാം എന്നുള്ളതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടുണ്ടാകുക. സോ ഈ ഒരു നാസിസം അല്ലെങ്കിൽ ഫാഷിസം ഇതിലൊക്കെ വർക്കൗട്ട് ആവുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ആളുകൾ ഏറ്റവും, അതായത് ഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് ഫാക്റ്റ് അല്ല ഇഷ്ടം, അവർക്ക് ഇഷ്ടം ഇൻവെന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവർ ഫാക്റ്റിനെ, കാരണം ഫാക്റ്റിലോട്ട് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് പഠിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് കളക്ട് ചെയ്യണം, ശാസ്ത്രീയപരമായിട്ട് അനലൈസ് ചെയ്യണം. ഇതിനൊന്നും നമുക്ക് സമയമില്ല. സോ നിങ്ങളൊരു കാര്യം പറയും, ഞാനത് വിശ്വസിക്കാം. ഈ ഒരു സംഭവമാണ് കോൺസ്പിറസി തിയറികൾ നമ്മളുടെ റിയാലിറ്റി തന്നെ മാറ്റാൻ വേണ്ടി നമ്മളെ എന്താ പറയുക പ്രേരിപ്പിക്കുന്നത്. ടു കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് റിയാലിറ്റി, ഫാഷിസ്റ്റ് പൊളിറ്റിക്സ് റീപ്ലേസസ് ലിബറൽ ഐഡിയ. ഈ ഒരു സംഭവത്തിൽ ഇപ്പൊ നമ്മൾ ഇതിന് മുമ്പ് നോക്കിയ സംഭവങ്ങളാണെങ്കിലും ഇവിടെ ഇക്വാലിറ്റി അല്ലെങ്കിൽ എന്താ പറയാ ലിബർട്ടി ഇങ്ങനെയുള്ള സംഭവങ്ങളെ അവർ ഒപ്പോസ് ചെയ്യും. എന്നിട്ട് അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഹയറാർക്കി. ഹയറാർക്കി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സമൂഹത്തിൽ ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ എന്ത് കൊണ്ട് വിളമ്പിയാലും നടക്കില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. ഹയറാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ ഓർഡറാണ്. ലൈക്ക് സോഷ്യൽ ഓർഡർ നല്ലൊരു കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ളൊരു ഇതാണ്. ആദ്യം പുരുഷൻ, അത് കഴിഞ്ഞ് സ്ത്രീ, അയാളുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന സ്ത്രീ എന്ന് പറയുന്ന ഒരു ഹയറാർക്കിയാണ്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, ശൂദ്രൻ, ഇതൊക്കെ ഒരു ഹയറാർക്കിയാണ്. സോ ഇങ്ങനെയുള്ള ഹയറാർക്കി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു ഹയറാർക്കി ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഡോമിനേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അതൊരു ബെനിഫിറ്റ് ആണ്. ഇപ്പോ പുരുഷ മേധാവിത്വം എന്ന് നമ്മൾ പറയുന്ന ഈ ഒരു പേട്രിയാർക്കി ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ കുലപുരുഷൻ, അല്ലെങ്കിൽ ഭൂരിപക്ഷ ആളുകളിൽ നമുക്ക് എടുക്കാം. എന്തുകൊണ്ടാണ് ഫെമിനിസ്റ്റ് ആശയങ്ങളെ എതിർക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സ്ത്രീക്ക് നീതി വേണം, തുല്യത വേണം എന്ന് പറയുന്നത് എതിർക്കുന്നത്? കാരണം അവർക്ക് അതിൽ നിന്ന് നല്ല ബെനിഫിറ്റ് ഉണ്ട്. അവർക്ക് സുഖമാണ്. രാവിലെ എണിച്ച് കാലം കിട്ടിയിരുന്ന ചായ വെച്ച് കൊടുക്കാനും കാലാമത്തി കൊടുക്കാനും ഭക്ഷണം വെക്കാനും എല്ലാത്തിനും ആൾക്കാരുണ്ട്. സോ ഇത് പാടില്ല, അല്ലെങ്കിൽ ഇതിന് അഗെയിൻസ്റ്റ് ഒരു വോയിസ് റൈസ് ആയി കഴിഞ്ഞാൽ അയാളുടെ കംഫർട്ട് സോൺ എന്നാണ് അയാൾ പുറത്ത് ചാടാൻ പോകുന്നത്. സോ അത് സഹിക്കില്ല. സോ അതിനെ പല കാര്യങ്ങളും കൊണ്ട് മറച്ചു വെക്കാൻ ശ്രമിക്കും. സോ ഈ ഒരു ഹയറാർക്കി എന്ന് പറയുന്നത് ഫാഷിസം അല്ലെങ്കിൽ ഫാഷിസ്റ്റ് പൊളിറ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല, ഫാഷിസ്റ്റ് പൊളിറ്റിക്സിൽ പറയുന്ന ഹയറാർക്കിക്ക് ഒരു നാച്ചുറൽ ഓർഡർ ആണുള്ളത്, പ്രകൃതി നിയമം എന്ന് പറയുന്നത്. ചില ഉസ്താദുമാരൊക്കെ പറയില്ലേ, സ്ത്രീകളിന് അങ്ങനെ ഫെമിനിസം ഒന്നും പാടില്ല, നമ്മള് ആദാമിന്റെ വാര്യയിൽ കൊണ്ടാണ് സ്ത്രീകൾ ഉണ്ടാക്കിയെന്നാ പറയും ഈ മതങ്ങളൊക്കെ. കാരണം താഴ്ന്നു നിൽക്കണം, അതാണ് പ്രകൃതി നിയമം എന്ന് പറഞ്ഞ് വരുത്തുക. ഇതൊരു എന്താ പറയാ ഒരു ഭൂരിപക്ഷം ആളുകൾക്ക് കൺട്രോൾ കിട്ടാനും അതുപോലെ തന്നെ അവരുടെ ഒരു എന്താ പറയാ ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നിലനിർത്തിയില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഫാഷിസം എന്ന് പറയുന്നത് കൊണ്ടുവരാൻ സാധിക്കില്ല. കാരണം ഇക്വാലിറ്റി വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഫ്രീഡം വന്നു കഴിഞ്ഞാൽ ആളുകൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങും, പല കാര്യങ്ങളും കണ്ടുപിടിക്കും, പല ഡിമെൻഷനിലോട്ട് നമ്മളുടെ ചിന്തകളും പോകും. അതുകൊണ്ട് ഇക്വാലിറ്റിക്ക് എതിരാണ് എപ്പോഴും ഫാഷിസം. സോ ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു ഐഡിയൽ പുരുഷൻ എങ്ങനെയായിരിക്കണം, ഒരു ഐഡിയൽ സ്ത്രീ എങ്ങനെയായിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കണം. നമ്മളൊന്ന് കുലപുരുഷൻ കുലസ്ത്രീ എന്നൊക്കെ പറയുന്നത് പോലെ ഹിറ്റ്ലർ ക്രിയേറ്റ് ചെയ്ത സാധനം. ആര്യൻ റേസ് തിയറിയിൽ, അതുപോലെ തന്നെ മാസ്റ്റർ റേസ് തിയറി എന്നൊക്കെ പറയാം, അതിലൊക്കെ ഉള്ള സംഭവം ഒരു ഐഡിയൽ പുരുഷൻ എങ്ങനെയായിരിക്കണം, ഒരു ഐഡിയൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ പ്രസവിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം എന്നുള്ളതൊക്കെ. അന്ന് ഹിറ്റ്ലറിന് വേണ്ടി പ്രസവിച്ചു കൂട്ടിയ സ്ത്രീകൾക്ക് കയ്യും കണക്കുണ്ടായിരുന്നില്ല. അന്ന് ബ്രീഡിങ് പോലെയായിരുന്നു അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. ജർമ്മനിയിൽ ഒരു സ്ത്രീന്റെ ഉത്തരവാദിത്വമാണ് പ്രസവിക്കുക, രാജ്യത്തിന് വേണ്ടി പ്രസവിക്കുക, അല്ലാണ്ട് കുടുംബത്തിന് വേണ്ടിയിട്ടില്ല, രാജ്യത്തിന് വേണ്ടി പ്രസവിക്കുക എന്നുള്ളത്. അത് ആൺകുട്ടികളാണെങ്കിൽ അത്രയും നല്ലത് എന്നൊക്കെയാണ് അന്നത്തെ ഒരു ഹൈറാർക്കിൽ തിയറി ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അലക്സാണ്ടർ എച്ച് സ്റ്റീഫൻ പുള്ളിക്കാരൻ അമേരിക്ക സിവിൽ വാർ നടക്കുന്നതിനൊക്കെ മുമ്പ്, അമേരിക്ക അന്ന് രണ്ട് രാജ്യങ്ങൾ പോലെയായിരുന്നു. അന്ന് കോൺഫെഡറസി, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് കോൺഫെഡറസി ഒക്കെ ആയിരുന്നു. അപ്പൊ അതിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന അലക്സാണ്ടർ എച്ച് സ്റ്റീഫൻസ് പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ
ഈക്വാലിറ്റി അല്ലെങ്കിൽ ഈ ഒരു ലിബർട്ടി എന്ന് പറയുന്നത് പ്രകൃതി വിരുദ്ധമാണെന്നാണ് പറയുന്നത്. ഇതൊരു നാച്ചുറൽ ഓർഡറിന് ഇല്ലാതാക്കും. ഒരു കറുത്ത വർഗ്ഗക്കാരൻ എങ്ങനെയാണ് ഒരു വെളുത്ത അമേരിക്കന് തുല്യമാവുക? അതൊരു നുണയാണ് എന്നാണ് പറയുന്നത്. സ്ലേവറി അല്ലെങ്കിൽ അടിമത്വം, പുരുഷ മേധാവിത്വം എന്നൊക്കെ പറയുന്നത് ഒരു നാച്ചുറൽ ഓർഡർ ആണ് എന്നുള്ളത് വരുത്തി തീർക്കാൻ ഫാസിസ്റ്റുകൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഹിറ്റ്ലർ ആണെങ്കിലും ശരി, അലക്സാണ്ടർ സ്റ്റീഫൻസ് ആണെങ്കിലും ശരി. ഇപ്പൊ ട്രംപ് പറയുന്നതും അത് തന്നെയാണ്. കറുത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് ഭരണം കൊടുക്കുക? ഒബാമയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബർത്തറിസം എങ്ങനെയാണ് സക്സസ്ഫുൾ ആയി എന്നുള്ളത്. ബർത്തറിസം സക്സസ്ഫുൾ ആവുന്നത് എങ്ങനെയാണ് ഒരു കറുത്ത വർഗ്ഗക്കാരന് നമ്മൾ സ്ഥാനം കൊടുക്കുന്നത്? അന്ന് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗത്തിൽ അയാൾ എടുത്തെടുത്ത് പറഞ്ഞ കാര്യം അൺഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ ഇതിന് സ്ഥാനം കൊടുക്കണം. അൺഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകൾ എങ്ങനെ ഇവിടെ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ജോലി ചെയ്യല്ല ഭരിക്കുന്നു എന്നുള്ളതാണ്. സോ ബേസിക്കലി അൺഡിസേർവിംഗ് എന്ന് പറയുന്നത് കറുത്ത വർഗ്ഗക്കാരെയാണ്. അവർ ഡിസേർവിംഗ് അല്ല, അതൊരു നാച്ചുറൽ ഓർഡർ അല്ല എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗം. അന്ന് അതൊക്കെ നല്ല രീതിക്ക് തന്നെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട് ഒരു കൺസർവേറ്റീവ് സൊസൈറ്റികളുടെ ഇടയിൽ. ഇതാണ് ഹിറ്റ്ലറിന് ശേഷം ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മളുടെ എന്താ പറയാ സ്വന്തം നാട്ടിലെ അവസ്ഥ. ഹൈറാർക്കിയും എങ്ങനെയാണ് എന്താ പറയാ ഫാഷിസ്റ്റ് പൊളിറ്റിക്സ് എങ്ങനെയാണ് ഹൈറാർക്കി വീണ്ടും വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഐ എം നോട്ട് എൻ എഡ്യൂക്കേറ്റഡ് ഇല്ലിറ്ററേറ്റ് എന്നൊക്കെയാണ് ആ സ്ത്രീന്റെ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവര് പറയുന്നത് പുരുഷന് തന്നെയാണ് എന്താ പറയാ പവർ കൂടുതൽ, അല്ലെങ്കിൽ പുരുഷൻ തുല്യത എന്ന് പറയുന്നത് ഒരു ഹോക്സ് ആണ് എന്നുള്ളതൊക്കെയാണ് ഇവരുടെ ഒരു സംഭവം. പിന്നെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ RSSന്റെ ട്രെയിനിങ്. RSS എന്താണ് ട്രെയിൻ ചെയ്യുന്നത്? എങ്ങനെ ഒരു നല്ല അമ്മയാവാം. ഇപ്പൊ ഈ ഒരു RSSന്റെ കാഴ്ചപ്പാട് ഇന്നൊന്നിനെ തുടങ്ങിയാണ്. ഇത് കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ്. അവിടെയുള്ള വനിതാ മോർച്ചയിലാണെങ്കിലും ഒക്കെ ട്രെയിനിങ് കൊടുക്കുന്നത് ഈ ഒരു എന്താ പറയാ എങ്ങനെ ഒരു നല്ല കുലസ്ത്രീയായി ഇരിക്കാം എന്നുള്ളത്. സോ കുലസ്ത്രീ ആയിരിക്കുക എന്ന് പറയുന്നത് ഈ ഒരു ഹൈറാർക്കിൽ ഓർഡറിനെ എതിർക്കാതെ, അല്ലെങ്കിൽ പുരുഷ മേധാവിത്വത്തിനെ എതിർക്കാതെ ആ ഒരു ഓർഡർ. ഇത് ബൻവർ മേഘവൻഷി എന്ന് പറഞ്ഞ ഒരു RSS പ്രവർത്തകന്റെ പുസ്തകമാണ്, ഐ കുഡ് നോട്ട് ബി ഹിന്ദു എന്ന് പറഞ്ഞിട്ട്. ഇദ്ദേഹം ബാബരി മസ്ജിദ് പൊളിക്കാനൊക്കെ മുന്നിൽ നിന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം ഒരു ദളിതനാണ്. സോ ഇദ്ദേഹത്തിന്റെ ബുക്കിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഈ നാഗ്പൂരിലൊക്കെ വർക്ക് ചെയ്യുന്ന RSS ശാഖയിൽ എങ്ങനെയാണ് ഇപ്പോഴും ജാതി വ്യവസ്ഥ നിലനിർത്താൻ വേണ്ടി അവർ പ്രയത്നിക്കുന്നത് എന്നുള്ളത്. അവിടെ എല്ലാവരെയും ശാഖയിൽ ക്ഷണിക്കും. ആർക്ക് വേണമെങ്കിലും ശാഖയിലെ ഭാഗമാകാം, ആർക്ക് വേണമെങ്കിലും പോയി അതിൽ മെമ്പർഷിപ്പ് എടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ബാബരി മസ്ജിദ് പൊളിക്കാൻ പോയ സമയത്ത് അന്ന് പൊളിക്കാൻ പോയത് എല്ലാവരും ദളിത് തന്നെയായിരുന്നു. ദളിത് OBC വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാത്രമാണ് അന്ന് അവിടെ കാണാനുണ്ടായത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇദ്ദേഹം പറയുന്നൊരു ഇൻസിഡന്റ് ഉണ്ട്. ഇവര് ബാബരി മസ്ജിദിലോട്ട് പോകാനായിട്ട് ശാഖയിൽ എല്ലാവരും ആയുധങ്ങളെല്ലാം റെഡിയാക്കി ട്രെയിന് കയറി പോകാൻ നിൽക്കുകയാണ്. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന സവർണ RSS പ്രവർത്തകർ പകുതി വെച്ചിട്ട് വീട്ടിലോട്ട് പല കാരണങ്ങളും പറഞ്ഞ് തിരിച്ചുപോയി എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അന്ന് ഈ ബ്രാഹ്മണരോ ക്ഷത്രിയരോ ഇവരാരും തന്നെ ആ പരിപാടിക്ക് പോയിട്ടില്ല. പകരം ഇവരെ പടയാളികളായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തത്. അന്ന് ഇദ്ദേഹം വിസ്താരകരായിരുന്നു. ബാബരി മസ്ജിദൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ പൊളിച്ചതിന് ശേഷം പ്രചാരക് ആയിക്കോട്ടെ, അതായത് അടുത്ത നെക്സ്റ്റ് ഒരു പൊസിഷൻ, ഇതിനോരോ ഒരു ഹൈറാർക്കി ഉണ്ട്. ഈ ഒരു RSSന്റെ ശാഖയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഹൈറാർക്കിയിലാണ് പ്രദേശ് പ്രമുഖ, അങ്ങനെ കുറെ ഹൈറാർക്കിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ ഇദ്ദേഹത്തിന് വിസ്താരകിൽ നിന്നും പ്രചാരകാവണം എന്ന് പറഞ്ഞ സമയത്ത് RSS അന്ന് പറഞ്ഞത് നീ വേറെ ജാതിയാണ്, നിനക്ക് അതിനുള്ള അർഹതയില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു ഇൻസിഡന്റ് ഒക്കെ കഴിഞ്ഞ് ഇദ്ദേഹം പതുക്കെ വിചാരിച്ചു ശരി ഇനി നമ്മൾ ശാഖയിൽ നിന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ എന്നാലും ഇദ്ദേഹത്തെ എന്തോ പിടിച്ചു നിർത്തി. അതിനുശേഷം ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോഴാണ് ഇദ്ദേഹം RSSനെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അതായത് ഇവരുടെ ടോപ്പിലുള്ള ചില ആളുകളുണ്ട്. ഇവര് എല്ലാ ആഴ്ചയിലും ഇങ്ങനെ റൗണ്ടിൽ വരും, എല്ലാ സ്ഥലങ്ങളിലും ശാഖയിലെ ആൾക്കാരൊക്കെ നല്ല രീതിക്ക് തന്നെ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാനായിട്ട് വരും. അന്ന് ഇദ്ദേഹം ഈ ബൻവർ മേഘവൻഷി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി വെച്ചു. അന്ന് അവര് ഇയാളുടെ വീട്ടിൽ വന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞപ്പോൾ കഴിച്ചില്ല. ഞങ്ങൾ പോകുന്ന വഴിക്ക് കഴിക്കാൻ ഞങ്ങൾക്ക് ധൃതിയുണ്ട് എന്ന് പറഞ്ഞ് ഇവരുടെ കയ്യിലുള്ള ഭക്ഷണം, ബൻവറിന്റെ കയ്യിൽ നിന്നുള്ള ഭക്ഷണം വാങ്ങി റോട്ടിലോട്ട് കളയുകയാണ് ചെയ്തത് പോകുന്ന വഴിക്ക്. അതിനുശേഷമാണ് ബൻവർ മേഘവൻഷി ഈ ഒരു RSSനെതിരെ
പ്രവർത്തിക്കുന്ന ഒരു ആക്ടിവിസ്റ്റ് ആയിട്ട് മാറിയത്. അപ്പൊ വളരെ പച്ചയ്ക്ക് തന്നെ അൺടച്ചബിലിറ്റി കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അൺടച്ചബിലിറ്റിയെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു രാഷ്ട്രീയം നമ്മളുടെ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ചിട്ട് പല സ്ഥലത്തും ഈ ഒരു സോകോൾഡ് പശു എന്ന് പറയുന്ന രാഷ്ട്രീയം പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കാണുന്നില്ല, നമ്മളത് വിശ്വസിക്കുകയില്ല. സോ അതാണ് ഇന്ത്യയിലുള്ള ഹയറാർക്കി. അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാരനാണെങ്കിൽ ഇന്ത്യയിൽ ദളിതൻ. അതുപോലെ തന്നെ സ്ത്രീകൾ പിന്നെ എല്ലാവരുടെയും ഒരുപോലെ തന്നെയാണ് ഹയറാർക്കിയിലുള്ളത്, താഴ്ത്തട്ടിൽ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. സോ ഈ ഒരു ഹയറാർക്കിയുടെ ഒരു പൊളിറ്റിക്സ് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ ഈ പറഞ്ഞ ഈ മിത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. ഈ പുരാതന കാലം തൊട്ടേ ഇങ്ങനെയാണ്, നമ്മുടെ പാരമ്പര്യം എങ്ങനെയാണ്, ഇതാണ് സത്യം എന്നുള്ള ലെവലിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു സാധനം വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളിപ്പോ തുല്യത എന്നൊക്കെ പറഞ്ഞ് ഇതിനെ എതിർത്ത് കഴിഞ്ഞാൽ അവരവിടെ കാണിക്കുന്ന ഒരു വിക്ടിം കാർഡാണ്. നിങ്ങൾ ഞങ്ങളെ തകർക്കുകയാണ്, അല്ലെങ്കിൽ ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുകയാണ്, നിങ്ങൾ ഞങ്ങളെ കൊല്ലാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ പറയുന്ന പോലത്തെ കുറെ വിക്ടിം കാർഡുകൾ കളിക്കുക എന്നുള്ളത് ഈ ഒരു ഫാസിസ്റ്റ് പൊളിറ്റിക്സിന്റെ ഏറ്റവും വലിയ ഒരു സംഭവമാണ്. നമുക്ക് അതിലോട്ട് കിടക്കാം. സോ വിക്ടിം ഹുഡ് ആണ് അടുത്തത്. വിക്ടിം ഹുഡ് അതായത് ഒരു സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകളെ മൊത്തം ഒപ്രസ് ചെയ്തുകൊണ്ട് ഞങ്ങളെയാണ് അവർ ഒപ്രസ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം, അതാണ് ഈ വിക്ടിം ഹുഡ്. ഇപ്പൊ ഈ ഒരു ഫോട്ടോ നോക്കി കഴിഞ്ഞാൽ അറിയാം, കുറെ ആൾക്കാർ വൈറ്റ് ലൈവ്സ് മാറ്റർ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. സോ ഇത് ബ്ലാക്ക് ലൈവ്സ് മാറ്റർ പ്രൊട്ടസ്റ്റ് അമേരിക്കയിൽ നടന്നത് കറുത്ത വർഗ്ഗക്കാർക്ക് ഉള്ള എതിരെയുള്ള അക്രമങ്ങൾക്കെതിരെ അവര് കറുത്ത വർഗ്ഗക്കാരുടെ ജീവിതം ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞ് സമരം നടത്തിയപ്പോൾ അതിന് അഗെയിൻസ്റ്റ് അവിടെയുള്ള റൈറ്റ് വിങ്, അതായത് ഡൊണാൾഡ് ട്രംപിന്റെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള റൈറ്റ് വിങ് ആളുകൾ വൈറ്റ് ലൈഫ്, ഞങ്ങളുടെ ജീവിതവും ഇമ്പോർട്ടന്റ് ആണ് എന്നൊക്കെ പറഞ്ഞു വന്നു. അതായത് ഞാൻ ഒരാളെ തല്ലിയിട്ട് ഞാൻ കിടന്ന് മോങ്ങുക, അതാണ് സംഭവം, അതാണ് ഈ വിക്ടിം ഹുഡ്. സോ ഇത് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം നാസി ജർമ്മനിയിലാണ്. നാസി ജർമ്മനിയിൽ ഒരു നാഷണൽ ആന്തം തന്നെ ഉണ്ടാക്കി. അന്ന് കമ്മ്യൂണിസ്റ്റുകാര് ജർമ്മനിയിൽ ഒരു സോൾജറിനെ കൊന്ന സമയത്ത് ജർമ്മനിക്കാര് അന്ന് ശരിക്കും ജർമ്മനിയിലുള്ള നാസികൾ അവിടെയുള്ള ജൂതന്മാരെ ഒന്ന് കൊന്നൊടുക്കിയതിന് കയ്യും കണക്കില്ല. പക്ഷെ നാസി ജർമ്മനിയിലെ ഒരു സോൾജറിനെ കൊന്ന സമയത്ത് അവര് ആ സോൾജറിന് വേണ്ടി ഒരു നാഷണൽ ആന്തം വരെ ഉണ്ടാക്കി. അത് പല സ്ഥലത്തും പഠിപ്പിക്കുകയും അതിൽ നിന്നും അവര് പിടിച്ച് ഒരുപാട് ആളുകളെ സ്വാധീനിക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്, ഒരാളുടെ മരണം വെച്ചിട്ട് മാത്രം. ഇപ്പൊ നമ്മളുടെ ഇന്ത്യയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഇതിനുമായിട്ട് സമാനമായിട്ടുള്ള കുറെ ഇൻസിഡൻസ് നമുക്ക് നോക്കാം. ഇപ്പോ ഈ അടുത്ത് ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് ഒരു ഹിന്ദു പയ്യനെ ഡൽഹിയിൽ വെച്ച് കൊന്നിട്ടുണ്ടായിരുന്നു. മുസ്ലിങ്ങളാണ് കൊന്നത്, മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകളാണ് കൊന്നത്. പക്ഷേ കൊന്നതിന്റെ കാരണം എന്ന് പറയുന്നത് പല കാരണങ്ങളായിരുന്നു. അന്ന് അവർ തമ്മിൽ പല രീതിയിലും ഇതിനു മുമ്പും വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു സാച്ചുറേഷൻ പോയിന്റിൽ എത്തിയപ്പോഴാണ് കൊന്നത്. പക്ഷെ ന്യൂസ് വന്നത് ഇങ്ങനെയാണ്, BJP പീഡിയകളിലും BJP അനുയായികളും ഒക്കെ പറഞ്ഞത് ഇങ്ങനെയാണ്, ശ്രീരാമന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് കൊന്നത്. ശ്രീരാമന്റെ വേറെ പല മീഡിയകളിലും വന്നത് ഹിന്ദു മതവിശ്വാസിയാണെന്നും അവർ മനസ്സിലാക്കിയപ്പോഴും ചുമ്മാ കയറി കൊന്നതാണെന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹത്രാസിന്റെ കേസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹത്രാസ് കേസ് ഒരു ജാതി കൊലയാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഹത്രാസില് സംഭവിച്ചത് മറ്റൊന്നുമല്ല, അവിടെയുള്ള താക്കൂർ വിഭാഗത്തിൽപ്പെട്ട ആളുകള് വളരെ ബ്രൂട്ടലായിട്ട് തന്നെ ദളിതരെ ചൂഷണം ചെയ്യുന്ന കാലങ്ങളായിട്ട് അവിടെ ജാതിക്കൊലകളും റേപ്പും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അന്ന് ഈ താക്കൂർ വിഭാഗം, അതായത് യോഗി ആദിത്യനാഥിന്റെ ഒക്കെ ജാതി താക്കൂറാണ്. അന്ന് താക്കൂറുകൾ ഇപ്പോഴും UP അടങ്ങി വാഴുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്, ഈ ജാതി എന്നുള്ള ഒരു ഹൈലൈറ്റില്. അന്നല്ല ഇപ്പോഴും. സോ ഇവര് ഈ ദളിത് പെൺകുട്ടിയെ കൊന്നതിന് ശേഷം BJP നേതാക്കന്മാര് ഈ മരിച്ച വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അവിടെയുള്ള BJPക്കാര് എന്താ ചെയ്തതെന്ന് വെച്ചാല്, ഇവര് നിഷ്കളങ്കരാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞൊരു ക്യാമ്പയിൻ നടത്തുകയാണ് ചെയ്തത്. 500 അപ്പർ കാസ്റ്റ് ആളുകളെയും കൊണ്ടുപോയിട്ട് ഇവര് പാവങ്ങളാണ്, ശരിക്കും അങ്ങനെയൊന്നല്ല സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് വിക്ടിം ഹുഡ് കളിക്കുകയാണ് ചെയ്തത്. അതായത് ഒപ്രഷൻ ആരാണോ ചെയ്യുന്നത് അവന്റെ കൂടെ നിൽക്കുക, എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരാളെ അടിക്കുക എന്നിട്ട് സ്വയം കിടന്ന് മൂങ്ങുക. അടുത്തത് ഏഴാമത്തെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ലോ ആൻഡ് ഓർഡർ. ഇവിടെ നമ്മൾ പറഞ്ഞു, ഈ ഫാഷിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഫാഷിസ്റ്റ് പൊളിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഭരണഘടനയിലെ നിയമമല്ല,
അവരുടെ സംസ്കാരം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ സംസ്കാരത്തിൽ നിന്ന് അവർ തന്നെ സ്വയം ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളാണ്. സോ ഇവിടെ ലോ ആൻഡ് ഓർഡറിൽ പൊതുവെ അവര് സൃഷ്ടിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ കൂട്ടർ അവരുടെ കൂട്ടർ, ഇതാണ് സംഭവിക്കുന്നത്. ഈ നമ്മളുടെ കൂട്ടർ എന്ന് പറയുന്നത് ഈ ഒരു വലിയ പാരമ്പര്യമുള്ള ഒരു ആളുകളും, അവര് എന്ന് പറയുന്നതിൽ ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഫെമിനിസ്റ്റുകൾ, അതുപോലെ തന്നെ കറുത്ത വർഗക്കാര്, ഹോമോസെക്ഷുവൽസ്, ട്രാൻസ്ജെൻഡേഴ്സ്, കമ്മ്യൂണിസ്റ്റുകാര്, സോഷ്യലിസ്റ്റുകള്, പുരോഗമനവാദി, എല്ലാവരും. ഇതാണ് അവർ. നമ്മൾ എന്ന് പറയുന്നത് ഒരു വലിയൊരു സംസ്കാരം, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു പരിശുദ്ധമായ ഒരു രക്തത്തിന്റെ അവകാശികൾ. സോ ഇത് 1989 നടന്ന ഇൻസിഡന്റ് ആണ്, സെൻട്രൽ പാർക്ക് 5 എന്ന് പറയുന്നത്. ഒരു വെളുത്ത സ്ത്രീ എന്ന് തന്നെ ഞാൻ പറയാം, കാരണം ഇവിടെ ഒരു റേസിന്റെ ഒരു ഇഷ്യൂ കൂടെ വരും. സോ ഒരു വെളുത്ത സ്ത്രീയെ ഒരാൾ ആരോ പീഡിപ്പിച്ച് കൊന്നു അവര് ജോഗിങ്ങിന് പോകുന്ന സമയത്ത്. സോ അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത 5 ആളുകൾ, അവരാണ് ഇവര്. ഈ 5 പേരെ അന്ന് അറസ്റ്റ് ചെയ്തു. അന്ന് ഡൊണാൾഡ് ട്രംപ് അവിടുത്തെ ഒരു സെലിബ്രിറ്റി ഫേസ് പോലത്തെ ഒരു വ്യക്തിയാണ്, ബിസിനസ്മാൻ ആണ്, എങ്കിൽ പോലും ഒരു സെലിബ്രിറ്റി, ഒരു എല്ലാ പരസ്യങ്ങളിലൊക്കെ വന്നു പോകുന്നു. അന്ന് $85,000 ഡൊണാൾഡ് ട്രംപ് ഇവരെ തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞ് അഡ്വർടൈസ്മെന്റ് കൊടുക്കാനായിട്ട് മുടക്കിയത്. അന്നൊരു ഭൂരിപക്ഷം അമേരിക്കൻ സമൂഹം ഇതിനെ സപ്പോർട്ട് ചെയ്തു. തെളിവുകളെല്ലാം തന്നെ അതിനെതിരായിരുന്നു. ആ സ്ത്രീന്റെ ശരീരത്തിൽ നിന്ന് കിട്ടിയ സിമൻ സാമ്പിൾസ് പോലും ഇവരുടേതായിരുന്നില്ല. എന്നിട്ടും അവരെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. 12 വർഷങ്ങൾക്ക് ശേഷം ഈ കുറ്റം ചെയ്ത ആള് മനസ്സലിഞ്ഞുകൊണ്ട് വന്നിട്ടാണ് പിന്നീട് പറയുന്നത് ഇവരല്ല ചെയ്തത്, ഞാനാണ് ചെയ്തത്. അവസാനം ഞാനാണ് ചെയ്ത് എന്ന് പറയുന്ന വ്യക്തിയെ ഇവര് വെറുതെ വിട്ടു. പകരം ഇവര് 12 വർഷം ശിക്ഷ അനുഭവിച്ച് അവസാനം ഒരു പെനാലിറ്റി കൊടുത്ത് ഇവരെ വിട്ടാക്കി. ഇതിനെ നമ്മൾ പറയുന്ന ഒരു പേര് ലിംഗ്വിസ്റ്റിക് ഇന്റർഗ്രൂപ്പ് ബയസ് എന്നാണ് സൈക്കോളജി. സോ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ, കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുമല്ലോ. സോ ഇവിടെ കുഞ്ഞിന് പകരമുള്ളത് നമ്മുടെ വർഗ്ഗക്കാര്, അല്ലെങ്കിൽ നമ്മളുടെ ആൾക്കാർ, നമ്മുടെ കൂട്ടർ എന്നൊക്കെ പറയും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് എന്റെ കൂട്ടുകാരൻ കടയിൽ കയറി ഒരു കോഴിമുട്ട കട്ടെടുത്താൽ പറയും, ഓ അവനൊരു തെറ്റ് പറ്റി എന്ന് പറയും. പക്ഷെ നമ്മളുടെ മുന്നിൽ വേറൊരാൾ കോഴിമുട്ട കട്ടെടുക്കുന്നതാണ് നമ്മളൊരു കള്ളം പറഞ്ഞത്. സോ അതാണ് ബേസ്. നമ്മളുടെ ആ ഒരു ബേസിക് ടെൻഡൻസി നമ്മളുടെ ആൾക്കാർ ചെയ്യുന്ന സമയത്ത് അതൊരു തെറ്റും അതിനൊരു അബദ്ധം പറ്റിയതാണെന്ന് പറയുന്നത്, മറ്റൊരു വർഗം അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ഒരാൾ അത് ചെയ്യുന്ന സമയത്ത് അവൻ കുറ്റവാളി, അവൻ ക്രിമിനൽ, അവൻ കള്ളനാണെന്ന് നമുക്ക് പറയാനുള്ള ടെൻഡൻസി, അതാണ് ഇവിടെ വർക്കൗട്ട് ആകുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലോ ആൻഡ് ഓർഡർ എങ്ങനെയാണ് മാനിപ്പുലേറ്റഡ് ആവുന്നത് അല്ലെങ്കിൽ ബയസ്ഡ് ആവുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിന് തെളിവില്ല എന്നാണ് മാധ്യമങ്ങളും കോടതിയും വരെ പറയുന്നത്. പച്ചയ്ക്ക് പോസ്റ്റർ അടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഇൻസിഡന്റ് 28 വർഷം മുമ്പിലെ പോസ്റ്ററാണത്. LK അദ്വാനിയുടെ നമുക്ക് രാമക്ഷേത്രം പണിയണം ബീച്ചാണ്. അപ്പൊ ഇത് എന്താ പറയാ, ബാബരി മസ്ജിദ് പൊളിച്ചോ പൊളിച്ചില്ല എന്നുള്ളത് നമുക്ക് ഗൂഗിളിൽ വരെ തപ്പിയാൽ കിട്ടുന്ന ഒരു സാധനമാണ്. അതാണ് ഇവരിവിടെ നടന്നിട്ടേ ഇല്ല, അല്ലെങ്കിൽ അതിനൊരു സംഭവം ഇല്ല, അതിന്റെ പുറകിൽ ആരും ഇല്ല എന്ന് കോടതി പറഞ്ഞ് വെറുതെ വിട്ടത്. ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എനിക്ക് വരെ തെളിവെടുക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ കോടതിക്ക് പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. കോടതി എന്നോട് തെളിവ് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. സോ ഇതാ അർണബ് ഗോസ്വാമി, BJPയുടെ സ്വന്തം മീഡിയ ആയ അർണബ് ഗോസ്വാമിയുടെ ഹാഷ്ടാഗ് ശ്രദ്ധിച്ചാൽ മതി, ബാബരി ട്രൂത്ത് വിൻസ്. ബാബരിയുടെ സത്യം ജയിച്ചു എന്നാണ് പറയുന്നത്, ഇത്രയും ചെയ്ത് കൂട്ടിയിട്ട്. സോ ലോ ആൻഡ് ഓർഡർ ഇങ്ങനെയാണ് മാനിപ്പുലേറ്റഡ് ആവുന്നത്, ലോ ആൻഡ് ഓർഡർ ഇങ്ങനെയാണ് കയ്യിലെടുക്കുന്നത്. നമ്മളുടെ ആൾക്കാർ ചെയ്താൽ അത് കുറ്റമേ അല്ല, അവരുടെ ആൾക്കാർ ചെറിയൊരു തെറ്റ് ചെയ്ത്, തെറ്റുന്നല്ല, അവന്റെ ഡ്യൂട്ടി, അതായത് പ്രൊട്ടസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ കടമയാണ്, നമുക്ക് ചെയ്യാനുള്ള അവകാശമാണ്. അതൊക്കെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരുടെ അവകാശത്തിന് വേണ്ടി സമരം ചെയ്തപ്പോ ഓപ്പറേഷൻ ഷഹീൻ ബാഗ് എന്നാണ് BJP മീഡിയകളിൽ, മെയിൻ സ്ട്രീം മീഡിയകളിലൊക്കെ വന്നത്. അത് ഓപ്പറേഷൻ ഷഹീൻ ബാഗായി മാറി. മറ്റേത് സത്യവും, ഇത് ഒരു തീവ്രവാദവുമായി മാറുകയാണ്. ഇന്നിപ്പോ ഇവരെ എതിർത്തവരെല്ലാവരും ജയിലിലുമാണ്. സോ ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിനെ സംബന്ധിച്ചിടത്തോളം ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് ലോ ലെസ്നെസ് എന്നാണ്. നിയമം ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ നിയമം. ദിശാരവി എന്ന് പറയുന്ന ആക്ടിവിസ്റ്റ് ഒരു ടൂൾ കിറ്റ് ഷെയർ ചെയ്തതിനാണ് ജയിലിൽ പോയത്. പക്ഷെ ഇവിടെ ഒരു പള്ളി പൊളിച്ച് ആൾക്കാരെ മൊത്തം കൊന്നപ്പോഴും അവര് നിരപരാധികളായി. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല എന്നുള്ളതായി. അടുത്തത് സെക്ഷൽ ആൻസൈറ്റി. ഇത്
സെക്ഷൽ ആങ്സൈറ്റി എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു സാധനമല്ല. ഈ ഫാഷിസ്റ്റ് പൊളിറ്റിക്സിലെ സെക്ഷൽ ആങ്സൈറ്റി എന്ന് പറയുന്നത് നല്ല വ്യത്യാസമുള്ള സാധനമാണ്. അതായത് ഭീതി പടർത്തുക എന്നുള്ളത് ഈ ലൈംഗികതയെ ചൊല്ലിയിട്ടുള്ള, അതായത് ഇപ്പോ നാസി ജർമ്മനിയിലേക്ക് നടന്നുകൊണ്ടിരുന്ന കർത്തവർഗ്ഗക്കാർ വരുന്നതിനെ സ്ത്രീകളെ റേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. അപ്പൊ നമ്മളുടെ നാട്ടിൽ നോക്കി കഴിഞ്ഞാൽ ലവ് ജിഹാദ് ഈ ഒരു സെക്ഷൽ ആങ്സൈറ്റി പടർത്തുക എന്നുള്ളതാണ്. മുസ്ലിങ്ങൾ സ്ത്രീകളെ കല്യാണം കഴിക്കും, അവര് സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകും, ഇങ്ങനെയുള്ള സംഭവം. മതം മാറ്റും, അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുപോകും, ബോംബിടാൻ വേണ്ടി കൊണ്ടുപോകും എന്നുള്ള ഒരു, അതായത് സ്ത്രീകളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളൊരു ഭീതി പടർത്തുക. കാരണം ഈ ഒരു ഫാഷിസ്റ്റ് ഐഡിയ അല്ലെങ്കിൽ ഫാഷിസ്റ്റ് പൊളിറ്റിക്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഹയറാർക്കി, അതായത് ഫാസിസത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ നേതാവ് അല്ലെങ്കിൽ മന്ത്രി, പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്ന വ്യക്തി ഒരു കാരണവരാണ്. അങ്ങനെയാണ് ആ സങ്കല്പം. ഒരു കാരണവൻ കുടുംബത്തെ ഒരു ഗൃഹനാഥന്റെ രീതിയിൽ നിന്ന് അവിടെയുള്ള സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യുക. അതായത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളത്, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെയാണ് ശരിക്കും ഇവർ പേടിക്കുന്നത്. അത് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. സോ ഇതാണ് ഹിറ്റ്ലർ അന്നത്തെ കാലത്ത് ഇറക്കിയ പോസ്റ്റർ. അതായത് ഫ്രഞ്ച് സോൾജേഴ്സ് വരുന്നത് ആര്യൻ വിമന്റെ രക്തം കളങ്കപ്പെടുത്താനാണ്. അവര് നമ്മുടെ പരിശുദ്ധമായ എന്താ പറയാ സ്ത്രീകളുടെ രക്തം, അതായത് പരിശുദ്ധമായ വംശത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി അവരുടെ രക്തം കലർത്തി പുതിയൊരു വളരെ എന്താ പറയാ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജനറേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് കറുത്തവർഗ്ഗക്കാർ വരും എന്ന് പറഞ്ഞ് ഹിറ്റ്ലർ ഉണ്ടാക്കിയ ഒരു സംഭവമാണത്. അന്ന് നാസി പൊളിറ്റീഷ്യൻസ് ഉണ്ടാക്കിയെന്ന് വേണമെങ്കിൽ പറയാം, നാസി ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു പോസ്റ്ററിന്റെ ഭാഗമാണ് ഇത്. കൂ ക്ലക്സ് ക്ലാൻ എന്ന് പറയുന്ന ഒരു റേസിസ്റ്റ് ടെററിസ്റ്റ് ഗ്രൂപ്പാണ് ഇത്. ഇവര് പല ചരിത്രത്തിൽ തന്നെ 3 സമയങ്ങളിലായിട്ട് ഇവര് കാണപ്പെട്ടിട്ടുണ്ട് അമേരിക്കയിൽ. സോ ഇവര് കറുത്തവർഗ സ്ലേവറി സപ്പോർട്ട് ചെയ്യുന്ന കറുത്തവർഗ്ഗക്കാരെ അന്ന് എതിർത്തുകൊണ്ടിരുന്ന, അവരെ അടിമകളാക്കി കാണാൻ കൊന്നുകൊണ്ടിരുന്ന ഒരു വിഭാഗം ആളുകളാണ്. എക്സ്ട്രീം വലതുപക്ഷ ഒരു എന്താ പറയാ വലതുപക്ഷ തീവ്രവാദികൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഇവരുടെ നയങ്ങളെല്ലാം വളരെ മോശമായിരുന്നു. അന്ന് ഇവര് 1920 ഇവര് പറഞ്ഞത് ജൂതന്മാര് അമേരിക്കയിൽ വരുന്നുണ്ട്, ഈ കറുത്തവർഗ്ഗക്കാരെ വെച്ച് റേപ്പ് ചെയ്യിപ്പിച്ച് നമ്മുടെ രക്തത്തിനെ കളങ്കപ്പെടുത്താൻ അല്ലെങ്കിൽ നമ്മുടെ വംശത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവര് പടർത്തിവിട്ടത്. അതായത് നമ്മളുടെ സ്വന്തം ലവ് ജിഹാദ്, നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ലവ് ജിഹാദ് അത് തന്നെയാണ്. യുപിയിലൊക്കെ ലവ് ജിഹാദിന് 5 വർഷത്തെ തടവാണ് പറഞ്ഞിരിക്കുന്നത്. ലവ് ജിഹാദ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് ഇവർക്ക് പോലും അറിയില്ല. ഇത് 2015 ഇത് ഞാൻ ഉണ്ടാക്കിയ ഫോട്ടോ അല്ല കേട്ടോ. 2015 നമ്മളുടെ സ്വന്തം വിശ്വ ഹിന്ദു പരിഷത്തും ബജരംഗ് ദളും കൂടെ ഉണ്ടാക്കി, ഞാൻ പറഞ്ഞില്ലേ രാജസ്ഥാനിൽ കൊടുത്ത മറ്റൊരു പോസ്റ്ററാണ് സ്കൂൾ കുട്ടികളുടെ ഇടയിൽ. കരീന കപൂർ ലവ് ജിഹാദിന്റെ ഇരയാണ്, സെയ്ഫ് അലി ഖാൻ പിടിച്ചുകൊണ്ട് പോയത് ലവ് ജിഹാദ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് എന്ന് പറഞ്ഞത്. സോ ഇതെന്തുകൊണ്ടാണ് ഇവര് പറയുന്നത് എന്ന് വെച്ചാല്, ഇവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ എന്ന് പറയുന്നത് എന്നും പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കാൻ പറ്റാത്ത, സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റാത്ത സ്ത്രീകളാണ്. സോ ഇവര് ഏത് സമയവും ചൂഷണം ചെയ്യപ്പെടാം എന്ന് വിശ്വസിക്കുന്ന ഒരു പൊളിറ്റിക്സ്, എന്ന് വിശ്വസിക്കുന്ന ഒരു തീവ്രമായ ഗോത്ര ചിന്താഗതിയിലോട്ട് അതിനെയാണ് നമ്മൾ മുതലെടുക്കുന്നത് ഈ ഒരു ഫാഷിസം എന്ന് പറയുന്നത്. ഇവിടെ ലവ് ജിഹാദ് ആണെങ്കിലും ശരി, അതുപോലെ തന്നെ വാലന്റൈൻസ് ഡേക്ക് അവിടെ പോയിട്ട് ബജരംഗ് ദൾ അവിടെയുള്ള കപ്പിൾസിനെയൊക്കെ അടിക്കുന്നുണ്ട്, അവിടെയുള്ള യുവാക്കളെയും യുവതികളെയൊക്കെ അടിച്ചുകൂടി. ഇതൊന്നും ഇവര് പ്രണയത്തിനെയൊന്നും അല്ല എതിർക്കുന്നത്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സ്നേഹത്തിനെ അല്ല എതിർക്കുന്നത്. ഒരു സ്ത്രീ അവിടെ എങ്ങനെയാണ് അവളുടെ ലൈംഗികതയെ തെരഞ്ഞെടുക്കുന്നത് എന്നുള്ള പേടി കൊണ്ടാണ്. സ്ത്രീകൾക്ക് അവിടെ തെരഞ്ഞെടുപ്പ് എന്നുള്ളൊരു അവകാശം വരുന്ന ആ ഒരു ഭയമാണ് ഇവിടെ ശരിക്കും അവര് എതിർക്കുന്നത്. അതിനെയാണ് അവർ എതിർക്കുന്നത്. കാരണം അങ്ങനെ ഒരു തീരുമാനം സ്ത്രീകൾക്ക് എടുക്കാൻ പറ്റിയ, അവരുടെ സ്വന്തം പാർട്ട്ണറിനെ അവർക്ക് തന്നെ സ്വയം തിരഞ്ഞെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു ഹയറാർക്കി, പേട്രിയാർക്കിയുടെ ഹയറാർക്കി പൊളിഞ്ഞ് കയ്യിൽ പോകും. ആ ഒരു ഭയം തന്നെയാണ് ഈ ഒരു ഫാസിസ്റ്റ് പൊളിറ്റിക്സിനെ ഇങ്ങനെ ആളുകളെ ഒരു ഹയറാർക്കിയിൽ നിർത്താനും സ്ത്രീകളെ നിങ്ങൾ സംരക്ഷിക്കണം എന്ന് പറഞ്ഞൊരു ഓൾട്ടർനേറ്റീവ് റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അടുത്ത 9ാമത്തെ അപ്പീൽസ് ടു ദ ഹാർട്ട് ലാൻഡ്. ഇത് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടൊരു സംഭവമാണ്. അപ്പീൽസ് ടു ദ ഹാർട്ട് ലാൻഡ്, അതായത് സോഡം ആൻഡ് ഗൊമോറ എന്ന് പറഞ്ഞ 2 സിറ്റികളുണ്ട് ബൈബിളിൽ ജനൈസിസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരുന്ന 2 സിറ്റികളാണ്. ഈ സിറ്റികൾ ദൈവകോപം കൊണ്ട് ഇല്ലാതായ സിറ്റികളാണ്. കാരണം അവിടുത്തെ ആളുകൾ തിന്മ നിറഞ്ഞ ആളുകളായിരുന്നു.
അന്ന് അവരുടെ തിന്മകൾ എന്ന് പറയുന്നത് ഇന്നത്തെ ചരിത്രകാരന്മാർ പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ തിന്മ എന്നൊക്കെ പറയുന്നത് ഹോമോസെക്ഷുവാലിറ്റി, സെക്സ്, സെക്ഷൽ ഫ്രീഡം, സ്ത്രീകളുടെ സെക്ഷൽ ഫ്രീഡം, ഇതിനെയൊക്കെയാണ്. സോ ഈ ഒരു സംഭവത്തിനെ എന്താ പറയാ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതായത് അവിടെ ഒരു ലിംഗസമത്വം ഒക്കെ വരികയാണ്. സോ അതൊക്കെ ഒരു സിന്നാണ് എന്ന് പറഞ്ഞ് ആ സിറ്റി ദൈവം നശിപ്പിച്ചു എന്നൊക്കെയാണ് ചില ചരിത്രകാരന്മാർ അങ്ങനെയാണ് അതിന് കാണുന്നത്. കാരണം അവിടെ ലിബറൽ വാല്യൂ ഉള്ളത് ഞാൻ അതിന് സിൻ എന്ന് പറഞ്ഞ് കാണുന്നത്. സോ അങ്ങനെ സിൻ സിറ്റി ആയി മാറിയ ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ എന്താ പറയാ, ഈ രണ്ട് സ്ഥലങ്ങൾ, ഈ സോഡം ആൻഡ് ഗൊമോറ എന്ന് പറയുന്ന രണ്ട് സിറ്റികൾ. സോ ഇവിടെ ഞാൻ ഈ എക്സാമ്പിൾ പറയാൻ എന്താണെന്ന് കാരണം വെച്ചാൽ, ഈ ഫാസിസ്റ്റ് പൊളിറ്റിക്സ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഇവർ സ്ഥിരം പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തൊരു നരകമാണ് നമ്മുടെ രാജ്യം. ഇത് സ്ഥിരം പറയുന്ന ഒരു സംഭവമാണ്. അതായത് ഹിറ്റ്ലറിന്റെ ഒക്കെ കാലഘട്ടത്തിൽ പുള്ളി മൈൻ കാംഫിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ വളർന്നു വരുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഞാൻ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിട്ടുള്ളത് ഓസ്ട്രിയയാണ്. ഓസ്ട്രിയയിലെ ജൂതന്മാരനെ സഹിക്കാൻ പറ്റില്ല, അവര് രാജ്യം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അന്ന് ഓസ്ട്രേലിയയിലൊന്നും വലിയ കുഴപ്പമൊന്നുമല്ല, ഈ ജൂതന്മാർ ഒരു കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഹിറ്റ്ലർ പക്ഷെ പറയുന്നത് ജൂതന്മാരെ സഹിക്കാൻ പറ്റുന്നില്ല, ജൂതന്മാർ എവിടെ നോക്കിയാലും ജൂതന്മാരാണ്, ഇവര് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളെ നശിപ്പിച്ച് കളയുകയാണ്, അവരുടെ ജീവിതം വഷളാക്കുക എന്നുള്ളതൊക്കെയാണ്. അതില് ഇപ്പൊ നമ്മളുടെ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ സ്വന്തം ശശികല ടീച്ചർ പറഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പാകിസ്ഥാനാണ്, പാലക്കാടിലെ ഒരു സ്കൂളിൽ പോയിട്ട് ഇവിടെ മൊത്തം മുസ്ലിങ്ങളത് പാകിസ്ഥാനാണോ എന്ന് ചോദിച്ച പോലെ. സോ അവർക്ക് അവിടെയുള്ള ഡൈവേഴ്സിറ്റി, അതാണ് മെയിൻ സിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശാപം എന്ന് പറയുന്നത്. ഒരു സമൂഹത്തിലെ ന്യൂനപക്ഷങ്ങൾ ജീവിക്കുക, അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമല്ലാത്ത ആളുകൾ അവിടെ സമാധാനത്തോടെ ജീവിക്കുക എന്നൊക്കെ പറയുന്നത് ഈ ഒരു സോ കോൾഡ് മിത്തിക്കൽ പാസ്റ്റ് തൂക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ശശികല ടീച്ചർ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അതായത് ഇതെന്തോ പാകിസ്ഥാൻ, ഇവിടെ മൊത്തം മുസ്ലിം കുട്ടികൾ തട്ടവിട്ടിട്ടാണല്ലോ വരുന്നത്, ഫുള്ള് മുസ്ലിങ്ങളാണല്ലോ, ഇത് പാകിസ്ഥാനാണോ എന്ന് പറഞ്ഞതും. ഈ നമ്മുടെ സ്വന്തം മേനകാ ഗാന്ധി പാലക്കാട് നടന്ന പാലക്കാട് ആന മരിച്ച സമയത്ത് മേനകാ ഗാന്ധി പറഞ്ഞത് മലപ്പുറത്ത് മൊത്തം ക്രിമിനൽസ് ആണ്, അതുകൊണ്ടാണ് സംഭവിച്ചതാണ്. സോ മലപ്പുറം എന്തിനാണ് ടാർഗറ്റ് ചെയ്തെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. സോ ഒരു പർട്ടിക്കുലർ സ്ഥലത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ സ്ഥലം വളരെ മോശമാണ്, എന്തുകൊണ്ട് മോശമാണെന്നുള്ള ഒരു പറയും, ആ സ്ഥലം വളരെ മോശമാണ്, അതൊരു മോശം സ്ഥലമാണ്. കാരണം ഇവർക്ക് ഇഷ്ടമല്ലാത്ത, ഇവരുടെ സോ കോൾഡ് മിത്തിക്കൽ പാസ്റ്റുമായിട്ട് യോജിക്കാത്ത ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ. അതുകൊണ്ട് അവരതിന് 100% എതിർക്കും. ഇപ്പൊ നമ്മൾ അമിത് ഷാ പറഞ്ഞ പോലെ നിസാം കൾച്ചറെ തുടച്ചു മാറ്റണം എന്നാണ് പറയുന്നത്. ഹൈദരാബാദ് പോയിട്ട്, ഹൈദരാബാദ് ഒരു മുസ്ലിം ഡോമിനേറ്റഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, അവിടെ ഡോമിനേറ്റ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മുസ്ലിം ഭൂരിപക്ഷ സ്റ്റേറ്റ് ആണ്, ഒരു സ്ഥലമാണ് ഹൈദരാബാദ് എന്ന് പറയുന്നത്. സോ അവിടുത്തെ നിസാം കൾച്ചറിനെ നമ്മൾ എടുത്തു മാറ്റണം എന്നാണ് പറയുന്നത്. നിസാം കൾച്ചറിനെ എടുത്തു മാറ്റണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുസ്ലിങ്ങളെയൊക്കെ ഒതുക്കണം എന്ന് തന്നെയാണ് അർത്ഥം. അല്ലാതെ നിസാം കൾച്ചർ എന്ന് പറഞ്ഞിട്ടൊരു കൾച്ചർ ഒന്നും അവിടെ. അടുത്തത് ഡിസ്മാൻഡലിംഗ് പബ്ലിക് വെൽഫെയർ ആൻഡ് യൂണിറ്റി. ഇത് ഇന്ത്യയിലും പുറത്തും ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്ന രീതികൾ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, പൂർണ്ണമായിട്ടും ഇങ്ങനെ തന്നെയാണ് എന്നുള്ളത് പറയാൻ സാധിക്കില്ല. പക്ഷെ ഏകദേശം ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള കുറെ ഇൻസിഡൻസ് ആണ് നമ്മുടെ നാട്ടില് ഫാഷിസം എന്നുള്ള രീതിയിൽ നടക്കുന്നത്. സോ ഇത് ഏറ്റവും അവസാനത്തെ ഒരു പില്ലറാണ് ഫാഷിസത്തിന്റെ, പബ്ലിക് വെൽഫെയർ ആൻഡ് യൂണിറ്റി എന്ന് പറയുന്നത്. അതായത് സമൂഹത്തുള്ള ഒരു യൂണിറ്റിനെ നശിപ്പിക്കുക, എന്നിട്ട് ഒരു ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. ഈ മൈനോറിറ്റി വിഭാഗം എന്ന് പറയുന്നത് അവരുടെ ഹാർഡ് വർക്കിനെ ചൂഴ്ന്നു തിന്നുന്ന, അല്ലെങ്കിൽ അവരെ കാർന്നു തിന്നുന്ന ഒരു ഇത്തിക്കണ്ണിയാണ് എന്ന് പറഞ്ഞ് വരുത്തുക. അതാണ് ഈ ഒരു പബ്ലിക് വെൽഫെയർ ആൻഡ് യൂണിറ്റിയിൽ പറയുന്നത്. ശരിക്കും പറഞ്ഞത്, ഇപ്പൊ ഈ ഒരു വാക്ക് നോക്കി കഴിഞ്ഞാൽ ആർബറ്റ് മാച്ച് ഫ്രീ, ഹാർഡ് വർക്ക് വിൽ ഫ്രീ യു എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് നിങ്ങൾ കഷ്ടപ്പെട്ടാൽ, അധ്വാനിക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ട് എന്നുള്ളത്. ഇത് എവിടെ എഴുതി വെച്ചെന്ന് വെച്ചാൽ ഹിറ്റ്ലറിന്റെ കാലത്ത് കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരുന്ന സാധനമാണ്. അന്ന് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അവിടെ കൊണ്ട് ആൾക്കാരെ, ജൂതന്മാരെ കൊണ്ട് കൊന്നൊടുക്കിയപ്പോ അവർ പറഞ്ഞ ന്യായം ഇതാണ്, ഇവരൊന്നും ഹാർഡ് വർക്കിംഗ് അല്ല, ഇവര് കാരണം ബാക്കിയുള്ള ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടുന്നു, ഇവർക്ക് വെൽഫെയർ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെയാണ്. അതായത് ഇപ്പോ
ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ള കാര്യം ഈ മൈനോറിറ്റി, ഡൊണാൾഡ് ട്രംപ് എന്ന് മാത്രമല്ല അന്ന് അവിടെയുള്ള സകല പൊളിറ്റീഷ്യൻസും, അതായത് റിപ്പബ്ലിക്കൻസ് പറഞ്ഞിട്ടുള്ള ഈ മൈനോറിറ്റികൾക്ക് നമ്മൾ ഒന്നും കൊടുക്കരുത്, അല്ലെങ്കിൽ അവർക്ക് എന്തിനാണ് ഈ വെൽഫെയർ എന്നുള്ളതൊക്കെയാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ്, അവർ മടിയന്മാരാണ്, അവർ പണിയെടുക്കാൻ തയ്യാറല്ല, അവർക്ക് ഇതിന്റെ ഒരു ആവശ്യവുമില്ല എന്നൊക്കെയാണ്. അവര് ഇത് മുതലെടുത്ത് ജീവിക്കുന്ന ആളുകളാണ്. ഇപ്പൊ നമ്മളുടെ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ റിസർവേഷന് ആളുകൾ പറയുന്നത് ഇതൊക്കെയാണ്. നമ്മളുടെ ജോലി സാധ്യതകളെയൊക്കെ അവര് കാർന്നു തിന്നുകയാണ്, അവര് മടിയന്മാരാണ്. അപ്പൊ ഈ വെൽഫെയറിൽ അവർ കൈവയ്ക്കുന്നത് അങ്ങനെയാണ്. അതായത് ഒരു ഭൂരിപക്ഷം ആളുകൾ മാത്രം എന്താ പറയുക കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് ഇഷ്ടമല്ലാത്ത ആളുകൾ വളരെ ലേസിയാണ്, അവര് പണിയെടുക്കുന്നില്ല. ഇപ്പോ നമ്മളുടെ അമിത്ഷായൊക്കെ പറഞ്ഞ പോലെ ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ ടെർമിനേറ്റ് ചെയ്ത് കളയണം, അവര് ഒരു പാരസൈറ്റ് ആണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. BJP പവറിൽ വന്നു കഴിഞ്ഞാൽ അവരെ ശരിക്കും പുള്ളി പറഞ്ഞ ഡയലോഗിൽ ബേ ഓഫ് ബംഗാളിൽ എടുത്തിടും എന്നാണ്. അപ്പോ ഈ ഒരു എന്താ പറയുക, ഒരു ഹെയ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അതായത് ഇവിടെയുള്ള ആൾക്കാർക്ക് ഈ രാജ്യത്തിന്റെ ബെനിഫിറ്റുകൾ അനുഭവിക്കാനുള്ള അവകാശമില്ല എന്ന് വരുത്തി തീർക്കുക. അവരെല്ലാവരും മടിയന്മാരാണ്, അവരൊന്നും അധ്വാനിക്കാത്ത ആളുകളാണ്, കള്ളന്മാരാണ്, അവർക്ക് ഇതിനുള്ള അർഹതയില്ല എന്നുള്ളത്. പക്ഷെ ഇതേ പുള്ളിക്കാരൻ തന്നെ ഹിന്ദുക്കളെ, ഈ നാട്ടിലെ ഇമിഗ്രന്റ് ആയിട്ട് വരുന്ന, കുടിയേറ്റക്കാരായിട്ട് വരുന്ന ഹിന്ദുക്കളെ ഈ രാജ്യത്തിന്റെ പൗരന്മാരാക്കും എന്ന് പറഞ്ഞ ഇതേ വ്യക്തിയാണ് മുസ്ലിങ്ങളെ പിടിച്ച്, റോഹിംഗ്യ മുസ്ലിങ്ങൾ വന്നു കഴിഞ്ഞാൽ പിടിച്ച് പുറത്താക്കുന്നു പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മളുടെ മോദി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇതില് നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ചാൽ തന്നെ അറിയാം എന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. there are only 2 castes in India എന്നാണ് പറയുന്നത്. ഇവിടെ ആകെ 2 ജാതിയേ ഉള്ളൂ, ഒന്ന് കഷ്ടപ്പെടുന്നവനും പിന്നെ ഒന്ന് ഈ ദരിദ്രനും, ഈ 2 ജാതിയേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം റിസർവേഷൻ തന്നെയാണ് ഉദ്ദേശം എന്നുള്ളത്. മോഹൻ ഭാഗവത് പല തവണയായിട്ട് പറയുന്നുണ്ട് റിസർവേഷൻ അർഹിക്കാത്ത ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത്. സോ ഈ ഒരു ഹെയ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു അവർക്ക് എന്തിനാണ് ബെനിഫിറ്റ്, അല്ലെങ്കിൽ അവർക്ക് എന്തിനാണ് ആ ഒരു സംഭവം കൊടുക്കുന്നത്, അവർ നമ്മളുടെ ആൾക്കാരല്ലല്ലോ എന്നുള്ളൊരു എന്താ പറയാ പൊതു ചിന്തയെ വളർത്തിയെടുക്കാൻ, അതാണ് ഈ ഒരു പബ്ലിക് വെൽഫെയറിനെ നശിപ്പിക്കുക എന്ന് പറയുന്നത്. തേജസ്വി സൂര്യ പറഞ്ഞതുപോലെ പഞ്ചർ വാലാസ് എന്നാണ് മുസ്ലിങ്ങളെ അഡ്രസ് ചെയ്തിട്ടുള്ളത് അവര് CAA പ്രൊട്ടസ്റ്റിന് വേണ്ടി വന്നപ്പോൾ. അപ്പോൾ ഒരു വ്യക്തി അയാളുടെ അവകാശത്തെ എന്താ പറയാ അവകാശങ്ങൾക്ക് വേണ്ടി പറയുന്ന സമയത്ത് അവൻ ഒരു കള്ളനും കൊള്ളക്കാരനും, അതായത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത വ്യക്തി, ഒരു ഭൂരിപക്ഷ ആളുകളെ തൃപ്തിപ്പെടുത്താത്ത വ്യക്തികൾ കള്ളന്മാരും കൊള്ളക്കാരും പഞ്ചറൊട്ടിക്കുന്ന ആൾക്കാരൊക്കെ ആയി മാറുന്നത്, അവർക്കതിനുള്ള അവകാശമില്ല, ഈ രാജ്യത്തിലുള്ള സാധനങ്ങൾക്കുള്ള അവകാശമില്ല, കാരണം അവരിങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു ഫൈനൽ പ്രോസസ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഈ ഒരു പബ്ലിക് വെൽഫെയറിനെ നശിപ്പിക്കുക എന്നുള്ള ഈ ഒരു ഫൈനൽ തിയറിയിൽ പറയുന്നത്. സോ ബേസിക്കലി ഈ ഫാഷിസം എന്ന് പറയുന്നത് ഈ ഒരു ചിത്രത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഫാഷിസ്റ്റ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രം, അവർ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലാണ് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത്. അവര് എന്ന് പറയുന്നത് നമ്മളുടെ സോ കോൾഡ് ഈ മിത്തിക്കൽ പാസ്റ്റ്, അല്ലെങ്കിൽ ഈ ഒരു ഇല്ലാതായി പോയി എന്ന് നമ്മൾ സ്വയം വിശ്വസിക്കുന്ന പുരാതന കാലത്തിൽ യാതൊരു സീനും ഇല്ല, അല്ലെങ്കിൽ യാതൊരു അവകാശവും ഇല്ല എന്ന് പറയുന്ന ആളുകളെ നമ്മൾ ദം എന്ന് വിളിച്ച് അവർക്ക് നമ്മൾ മനുഷ്യന്റെ ഒരു പരിഗണനയും കൊടുക്കാതിരിക്കുക. അതാണ് ഈ ഒരു ഫാഷിസ്റ്റ് പൊളിറ്റിക്സിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. അസ് ആൻഡ് ദം. ഫാഷിസം എന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങൾ ഫാഷിസം, ഇനി ആരെങ്കിലും ഫാഷിസത്തിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇത്രയും പറഞ്ഞാൽ മതി. ഫാഷിസം ഇസ് ദ പൊളിറ്റിക്സ് ഓഫ് അസ് ആൻഡ് ദം. അതായത് ഇവിടെ ദം എന്ന് പറയുന്ന സാധനം ഇല്ല, അതായത് അവർ ഇല്ല, നമ്മളുടെ മാത്രം രാഷ്ട്രീയം, അതാണ് ഫാഷിസം. നമ്മളാണ് എല്ലാത്തിലും മേളിൽ, നമ്മൾക്ക് മാത്രമാണ് എല്ലാ അവകാശവും. അതിനെയാണ് ഈ ഫാഷിസം എന്ന് പറയുന്നത്, അതിനെയാണ് ഫാഷിസ്റ്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. സോ ഈ ഫാഷിസ്റ്റ് പൊളിറ്റിക്സിനെ എങ്ങനെ നമുക്ക് എന്താ പറയാ അത് വളരാതിരിക്കാൻ, അല്ലെങ്കിൽ അത് നമ്മളുടെ ഇടയിൽ ഒരു കോമൺ ഫാക്ടർ ആക്കാതിരിക്കാൻ, നോർമലൈസ് ചെയ്യാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് നോക്കാം. അത് ഒരുപാടൊന്നും ഇല്ല ശരിക്കും. ഇത് അമേരിക്കയിലെ ഹോളോകോസ്റ്റ് മെമ്മോറിയൽ മ്യൂസിയത്തിലെ ഒരു കവിതയാണ്. ഇത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ വായിച്ചോളൂ. ഫസ്റ്റ് ദേ കെയിം ഫോർ ദ സോഷ്യലിസ്റ്റ് ആൻഡ് ഐ ഡിഡ് നോട്ട് സ്പീക്ക് ഔട്ട്.
because I was not a socialist. Then they came for the trade unionist, and I did not speak out because I was not the unionist. Then they came for the Jews, and I did not speak out because I was not a Jew. Then they came for me, and there was no one left to speak for me. സോ ഇതാണ് ഫാഷിസ്റ്റ് പൊളിറ്റിക്സിനെ അല്ലെങ്കിൽ ഫാഷിസത്തിനെ ഇല്ലാതാക്കാനുള്ള ഏറ്റവും എന്താ പറയാ, ഫാഷിസ്റ്റ് പൊളിറ്റിക്സ് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ എവിടെയാണ് നമ്മൾ നശിപ്പിക്കേണ്ടത് എന്നുള്ള ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അതായത് ആദ്യം അവര് സോഷ്യലിസ്റ്റുകാർക്ക് വേണ്ടി വന്നു, അപ്പോൾ ഞാനൊന്നും പ്രതികരിച്ചില്ല, കാരണം ഞാനൊരു സോഷ്യലിസ്റ്റുകാരനല്ല. പിന്നെ അവർ ട്രേഡ് യൂണിയൻകാർക്ക് വേണ്ടി വന്നു, അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല, കാരണം ഞാനൊരു ട്രേഡ് യൂണിയൻകാരനല്ല. പിന്നെ അവർ ജൂതന്മാർക്ക് വേണ്ടി വന്നു, അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല, കാരണം ഞാൻ ജൂതനല്ല. പിന്നെ അവർ എനിക്ക് വേണ്ടി വന്നു, അപ്പൊ എനിക്ക് വേണ്ടി പ്രതികരിക്കാൻ ആരുമില്ല. ഫാഷിസത്തിനെ എതിർക്കുക അല്ലെങ്കിൽ ഫാഷിസ്റ്റ് പൊളിറ്റിക്സ് നടപ്പിലാക്കാതിരിക്കാൻ ആകെയുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ലിബർട്ടി, ഇക്വാലിറ്റി, ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റാൻഡ് എടുക്കുക എന്നുള്ളതാണ്. അത് അവനായാലും ഇവനായാലും നിങ്ങളുടെ ചിന്താഗതി അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താഗതിയുമായിട്ട് യോജിക്കാത്ത ആളുകളുടെ ആണെങ്കിലും അവർക്ക് വേണ്ടി ഈ രാജ്യത്തിന്റെ ഡെമോക്രസിയിൽ ഏറ്റവും കോർ വാല്യൂസ് ആയിട്ടുള്ള ഇക്വാലിറ്റി, ലിബർട്ടി, ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ശബ്ദമുയർത്താൻ പറ്റുകയാണെങ്കിൽ ഇവിടെ ഫാസിസം ഒരിക്കലും സാധ്യമാവില്ല. അത് എന്റെ ആളോ നിങ്ങളുടെ ആളോ എന്ന് പറഞ്ഞിട്ടല്ല, ഈ രാജ്യത്തിലെ പൗരൻ എന്നുള്ള നിലയ്ക്ക്, ഈ രാജ്യത്തിലെന്നല്ല ഈ ലോകത്തിലെ ആർക്ക് വേണ്ടിയിട്ടും ഇക്വാലിറ്റി, ആരുടെ അവകാശത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ശബ്ദം ഉയർത്താൻ പറ്റാം. ഒരു ശബ്ദം ഉയർന്നാലും ധാരാളം. അപ്പൊ ഈ ഒരു ശബ്ദം ഉയർത്താത്ത ഒരു സാഹചര്യത്തിലാണ് ഫാഷിസം വർക്ക്ഔട്ട് ആവുന്നത്. അത് അവനല്ലേ സംഭവിക്കുന്നത്. ഈ അവൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ അവർ എന്ന് പറയുന്നിടത്താണ് ഫാസിസം ജനിക്കുന്നത്. എല്ലാവരും അസ് ആയി മാറുമ്പോൾ അവിടെ ഒരു സാധ്യത തന്നെ ഇല്ലാതാവും. സോ അതാണ് ഫാസിസ്റ്റ് പശു. സോ നമ്മളുടെ പശു ഫാസിസ്റ്റ് ആണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ പശു ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയ പാർട്ടി ഒന്നല്ല. പക്ഷെ നമ്മളുടെ ഒരു ഡെമോക്രസിയിൽ നിന്നുകൊണ്ട് തന്നെ ഫാസിസം എന്ന് പറയുന്ന ആശയത്തെ നല്ല രീതിക്ക് മുന്നോട്ട് വെക്കാനും അത് നടപ്പിലാക്കാനും പശുവിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനെ എതിർക്കാനും അതിനെ ഇല്ലാതാക്കാനും ആകെയുള്ളൊരു വഴി എന്ന് പറയുന്നത് യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ജാതി, മതം, സെക്ഷുവാലിറ്റി ഇതെല്ലാം മറികടന്ന് നിങ്ങൾക്ക് ശബ്ദം ഉയർത്താൻ സാധിക്കണം. അത് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഒരു എന്താ പറയാ സൊല്യൂഷൻ എന്ന് പറയുന്നത്.